കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തതിനേക്കാൾ ഗൗരവമേറിയ വ്യത്യാസങ്ങൾ ഈ പ്രാവശ്യത്തിലുണ്ട്. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ, സാമൂഹ്യമായ പരിഷ്കരണങ്ങൾ, എതിർക്രിസ്തുവിൻ്റെ വാഴ്ചയ്ക്ക് വേണ്ടി നേരത്തെ കാലത്തെ മുതലേ അവൻ ചിന്തിച്ചതിൻ്റെ ഗൗരവം ശാസ്ത്രത്തിനാണിന്ന് കൊണ്ടുവരാൻ കഴിയുന്നത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തതിനേക്കാൾ എത്ര ഇരട്ടിയായി എന്ന് കാണാൻ കഴിയും. ഇതൊന്ന് ചേർത്ത് ചിന്തിക്കേണ്ടതിനാണ് ഈ പ്രാവശ്യം ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗത്തെ കാണുവാൻ കഴിയും. വെളിപ്പാട് 13-ന്റെ 1 മുതൽ 3 വരെ ദയവായി വായിക്കാം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഈ പറഞ്ഞ വാക്യങ്ങളിൽ നമ്മൾ എത്തണമെങ്കിൽ വരുന്ന ആഴ്ചയിലോ അതിൻ്റെ അടുത്ത ആഴ്ചയിലോ നടക്കത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള വഴി ഒരുങ്ങുന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുവാൻ പോകുന്നത്. ആ മൃഗത്തെയാണ് എതിർക്രിസ്തു, അന്തിക്രിസ്തു എന്ന് പുതിയ നിയമത്തിൽ അറിയുന്നത്. അതിൻ്റെ മുകളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ഭരണം നോക്കുവാൻ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയുണ്ട് എന്ന ഒരു ആശയം കൂടെ അതിനുണ്ട്. അത് വ്യാജ മതത്തെയും കള്ളപ്രവാചകനെയും മറ്റും ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. നമുക്കിതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം. എതിർക്രിസ്തു എന്ന ആശയം ഇന്നേക്ക് ഏതാണ്ട് 4.1 ബില്യൺ 4.5 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ എന്ന് പറഞ്ഞാൽ 445 കോടി വർഷങ്ങൾക്ക് മുന്നമേ സാത്താൻ ആരംഭിച്ചതാണ്. എതിർക്രിസ്തു എന്ന ആശയം വേദപുസ്തകത്തിൽ നമുക്ക് കിട്ടിയിട്ട് 2000 വർഷങ്ങൾക്ക് താഴെയായിട്ടുള്ളൂ. പക്ഷേ ഇത് പൈശാചിക ചിന്തയിൽ ഈ ആശയം വന്നിട്ട് 445 കോടി വർഷങ്ങളിൽ അധികമായി. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇതാണ് എതിർക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ച്, എതിർക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ആശയം ബൈബിളിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ദയവായി വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇവിടെ എതിർക്രിസ്തു അഥവാ ലൂസിഫറിനെയാണ് ഇവിടെ എടുക്കുന്നത്. ലൂസിഫറാണ് എതിർക്രിസ്തുവിൻ്റെ പുറകിലത്തെ സൂത്രധാരകൻ. അദ്ദേഹത്തിൻ്റെ ചിന്തയിലാണ് ഒരു എതിർക്രിസ്തു രംഗത്ത് വരുന്നത്. ഭൂമിയുടെ സൃഷ്ടിക്ക് മുന്നമേ, ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ട് 4.5 ബില്യൺ വർഷത്തോളമായി. 455 കോടി വർഷങ്ങൾ, 445 കോടി വർഷങ്ങളിലധികമായി. അന്ന് അതിനു മുന്നമേ, അതിനു മുമ്പേ എത്ര വർഷം പുറകിലാണെന്ന് പറയാൻ എനിക്കറിയത്തില്ല. അതിനു മുന്നമേ എത്ര 1000 കോടി വർഷങ്ങൾക്ക് പുറകിലാണെന്ന് പറയാൻ അറിയത്തില്ല. ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുന്നമേ അവൻ പ്രസ്താവിക്കുന്ന ഒരു പദമാണ് ഇവിടെ കാണുന്നത്. ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ഇരുന്നരലും, ഞാൻ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും. എന്നെയും നിങ്ങളെയും കൂടെ ചേർത്ത് ചിന്തിക്കുന്ന ഒരു പദമാണ് ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾ. സഭയെ അടിമപ്പെടുത്താത്തിടത്തോളം ഒന്നും ചെയ്യുവാൻ ഒരു പിശാചിനും കഴിയുകയില്ല. ഞാൻ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. 4.45 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ ഭൂമി സ്ഥാപിക്കപ്പെട്ടു എന്ന് ശാസ്ത്രം വിശ്വസിക്കുന്നു. 1 ബില്യൺ എന്ന് പറയുന്നത് 100 കോടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോടി വർഷങ്ങൾക്ക് മുന്നമേ അവന് തീരുമാനത്തിൽ വന്നതാണ്. 2, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ നിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത്. ഐ വിൽ ബി ലൈക്ക് ദ മോസ്റ്റ് ഹൈ. അവൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത ഇതായിരുന്നു, ഐ വിൽ ബി ദ മോസ്റ്റ് ഹൈ. എങ്കിൽ നമുക്ക് ആരംഭം മുതലുള്ള ചരിത്രങ്ങൾ ചിന്തിക്കാം. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം എടുക്കുന്നത്? പല ഭാഗങ്ങളായിട്ട് നമ്മളിതിനെ തിരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം എടുക്കുന്നത്? ദൈവം തൻ്റെ വാക്കിനാൽ സൃഷ്ടിച്ചതാണ് പ്രപഞ്ചം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ശാസ്ത്രത്തിൽ ആ വാക്കിനെ ബിഗ് ബാങ് എന്ന് വിളിക്കുന്നു. ശാസ്ത്രം മനസ്സിലാകുന്നവർക്ക് ബൈബിളും ശാസ്ത്രവുമായി കണക്ട് ചെയ്യുവാൻ
ഇടയ്ക്കൊരു കാലഘട്ടങ്ങളിൽ ശാസ്ത്രം ബൈബിളിന് വിരോധമാണെന്നും ബൈബിൾ പറയുന്നത് പോലെ അല്ല ശാസ്ത്രമെന്നുമൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നൊരു കാലമുണ്ട്. അന്ന് ശാസ്ത്രം വെറും ശൈശവാവസ്ഥയിലായിരുന്നു. ശാസ്ത്രം ഒരല്പം കൂടെ വളർന്നതോടെ കാര്യങ്ങൾക്ക് വ്യത്യാസമായി. ഭൂമിയിൽ ഇന്ന് ജീവനോടിരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ഭാഗം മുന്നോട്ട് പോകുന്നത്. ശാസ്ത്രത്തിൽ ഇതിനെ ബിഗ് ബാങ് എന്ന് വിളിക്കും. ബൈബിളിൻ പ്രകാരം തൻ്റെ വചനത്താൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അന്ന് തന്നെ അവൻ പറഞ്ഞതാണ്, ഞാൻ ദൈവത്തോട് സമനാകും, സകല സൃഷ്ടിക്കും മീതെ ഞാൻ ഉയരും. നമുക്ക് പോകാം, ആരംഭം മുതൽ ഇങ്ങോട്ട് എടുത്തു വരാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു. ഒന്നുകൂടെ വേദപുസ്തക പ്രകാരം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, എങ്ങനെയാണെന്ന് പിന്നെ പറയും എന്ന് ബൈബിൾ ഉൽപ്പത്തി 1:1 ആരംഭിച്ചു. 2 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 1:1 രണ്ടാമത്തെ പ്രാവശ്യം ബൈബിൾ അത് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെയല്ല, സകലതും അവൻ മുഖേന ഉളവായി. യോഹന്നാൻ 1:1. 3-ാം പ്രാവശ്യം ബൈബിൾ പറയുന്നു 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. മറക്കരുത്, ഉൽപ്പത്തി പുസ്തകം 1:1 മുതൽ തന്നെ നമ്മൾ 2 പത്രോസിലെത്തി. ആ ദൈവത്തിൻ്റെ വചനത്താൽ സകലതും സൃഷ്ടിക്കപ്പെട്ടു. എബ്രായ ലേഖനം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ 4-ാം പ്രാവശ്യം ബൈബിൾ പറയുകയാണ്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലതും അവൻ മുഖേന സൃഷ്ടിക്കപ്പെട്ടു. 5-ാം പ്രാവശ്യം ബൈബിൾ ആവർത്തിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. തൻ്റെ ആരൊക്കെ ഈ സൃഷ്ടിയിലുണ്ടായിരുന്നു? ഞാനിവിടെ വേഗത്തിൽ പോകുവാനുള്ള കാരണം, ഞാൻ പതുക്കെ അല്ല നിൽക്കുന്നത്, വളരെ വേഗത്തിലാണ്. എങ്കിലേ മാർച്ച് മാസം കൊണ്ടെങ്കിലും ഇത് തീരത്തുള്ളൂ. അതുകൊണ്ട് ഒത്തിരി വേഗത്തിൽ ഞാൻ പോകുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഈ ഭാഗങ്ങൾ നമുക്ക് നേരത്തെ അറിയാവുന്നതുമാണ്. അത്യാവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്യാം. ഇത് മീഡിയയിൽ ഉണ്ടായിരിക്കും. നാളെ നോക്കേണ്ടവർക്കും നോക്കുവാനായി സാധിക്കും. യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യപ്രകാരം, പിതാവായ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. സൃഷ്ടിയിൽ ആരെല്ലാം ഉണ്ടായിരുന്നു? എന്തിനാണ് ഞാൻ പറയുന്നത്? നാളെ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിലോട്ട് വരാൻ പോകുകയാണ്. 1, സൃഷ്ടിയിൽ പിതാവായ ദൈവം ഉണ്ടായിരുന്നു. യോബ് 38:4 പിതാവ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. 2, കൊലോസ്യ ലേഖനം 1:16 യേശു ഇത് സൃഷ്ടിച്ചു. പിതാവ് അടിസ്ഥാനമിട്ടു, യേശു ഇത് സൃഷ്ടിച്ചു. യോബിൻ്റെ പുസ്തകം 26:13 പരിശുദ്ധാത്മാവ് സൃഷ്ടിയിൽ ഉൾപ്പെട്ടിരുന്നു. പ്രൊവേബ്സിൽ നാം കാണുന്നത്, സദൃശവാക്യങ്ങളിൽ നാം കാണുന്നത്, പിതാവ് ഇത് സൃഷ്ടിക്കുന്ന സമയം പുത്രൻ പറയുകയാണ്, ഞാൻ അവൻ്റെ മുമ്പിൽ ശില്പിയായിരുന്നു. വസ്തുവകകളെല്ലാം കൂടെ ഒരാൾ കൊണ്ട് കൊടുക്കുന്നു, വേറൊരാൾ മാനേജ് ചെയ്യുന്നു. എന്നാൽ ഇതിനിടയ്ക്കൊരു ശില്പി വേണം. ആ ശില്പിയാണ് ഇതിനെ ഒരുമിച്ച് ചേർത്തത്. യേശു ശില്പിയായിരുന്നുവെന്ന് പ്രൊവേബ്സിൽ കാണുവാൻ കഴിയുന്നു. ഇതൊട്ടും വിശദീകരിക്കത്തില്ല. പ്രപഞ്ചം സൃഷ്ടിക്കുക മാത്രമല്ല, വളർത്തുകയും കൂടെ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എന്നാ ഉണ്ട് എന്ന ശാസ്ത്രത്തിൻ്റെ നിഗമനം ഞാൻ പറഞ്ഞു. 30 ബില്യൺ പ്രകാശവർഷങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള അകലം. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം എടുക്കുന്നത് 2016. 2016 ഞാനിതെടുക്കുമ്പോൾ അന്നത്തെ ശാസ്ത്രത്തിൻ്റെ നിഗമനമനുസരിച്ച് ആകെ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം, അതിനെ ഒരു വൃത്തമായി എടുത്താൽ, നമ്മളിത് എടുത്ത് പടം കാണും, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള അകലം 30 ബില്യൺ പ്രകാശവർഷങ്ങളായിരുന്നു. എന്നൊന്നും പറഞ്ഞാൽ മനുഷ്യനൊന്നും കണക്ക് കൂട്ടാനൊക്കത്തില്ല, അതിനേക്കാളൊക്കെ ഒത്തിരി അപ്പുറത്താണ്. പക്ഷേ ഇന്നത്തെ കണക്കറിയാമോ? 92 ബില്യൺ. ഇത് വളരുക, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുക. പണ്ട് 30 ബില്യൺ ആയിരുന്നുവെന്ന കണ്ടുപിടുത്തം തന്നെ മാറി 92 ബില്യൺ പ്രകാശവർഷങ്ങളുടെ വലിപ്പം അതിനായിത്തീർന്നുവെന്ന് കാണുന്നു. പ്രപഞ്ചം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ കണ്ടുപിടുത്തങ്ങൾ ആരംഭിച്ചു. അദ്ദേഹം മാത്തമാറ്റിക്കലി തെളിയിച്ചു പ്രപഞ്ചം വളരുകയാണ്. അദ്ദേഹം കണ്ടുപിടുത്തം അവിടെ നിർത്തി.
നിർത്തിവെച്ച് പറഞ്ഞ് എവിടെയെങ്കിലും എനിക്ക് മിസ്റ്റേക്ക് സംഭവിക്കാം. കാര്യം ദൈവം ഇന്ന് സൃഷ്ടി തുടരുന്നില്ല, പക്ഷെങ്കിൽ ഇന്നും സൃഷ്ടി വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എവിടെയോ തകരാറുണ്ട് എൻ്റെ കണ്ടുപിടുത്തത്തിൽ എന്ന് പറഞ്ഞാൽ നിർത്തിയത്. പക്ഷേ ഇന്ന് ശാസ്ത്രം അതിൻ്റെ ഗൗരവത്തിൽ വന്നു, വളരുന്നതത്രേ എന്ന് ബൈബിളിൻ്റെ പ്രസ്താവന നമ്മൾ എടുത്തു ചിന്തിക്കുക. ബിഗ് ബാങ് തിയറി പറയുന്നത്, ഞാനതിൻ്റെ റെഫറൻസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തത്, എവിടെ എൻ്റെ പഠന വിഷയം മുഴുവനും ഞാൻ കാണിച്ചിട്ടുണ്ട്. ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് പറയുന്നത്, എവിടെ നിന്നോ ആരംഭത്തെങ്കിലുണ്ടായ ഒരാപാര ശബ്ദം പിന്നത്തേതിൽ വസ്തുവായി രൂപീകരിക്കപ്പെട്ടു. അതാണ് പ്രപഞ്ചം. ഒരു വൻ ശബ്ദം എവിടെ നിന്നോ ഉണ്ടായി. അതാണ് ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ നിഗമനം. ഈ വൻ ശബ്ദത്തിൽ നിന്ന് പ്രപഞ്ചം രൂപീകരിക്കപ്പെട്ടു. അതാണ് പ്രപഞ്ചം. ഒരു ബിഗ് ബാങ് ഇന്നേക്ക് ഇന്ത്യ അംഗീകരിക്കുന്ന ശാസ്ത്രത്തിൻ പ്രകാരം 13.7 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ, 1370 കോടി വർഷങ്ങൾക്ക് പുറകിൽ. അമേരിക്കൻ സ്കൂളുകൾ പഠിപ്പിക്കുന്നതനുസരിച്ച് 14.2 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ എവിടെ നിന്നോ അജ്ഞാതമായൊരു സ്ഥാനത്ത് നിന്ന് അതിഭീകരമായ ഭയങ്കരമായൊരു ശബ്ദമുണ്ടായി. ആ ശബ്ദം ഉരുത്തിരിഞ്ഞ് പ്രപഞ്ചമായി മാറി. ആ ശബ്ദം പുറപ്പെട്ടത് മുതൽ ആ പടത്തിൽ വളരെ വ്യക്തമായി കാണാം. ആദ്യത്തെ 3 ലക്ഷം വർഷങ്ങൾ പ്രകാശം മാത്രം ഉദിച്ചു വന്നുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പന, വെളിച്ചമുണ്ടാകട്ടെ. ആ കൽപ്പനയെ തുടർന്ന് 3 ലക്ഷം വർഷത്തോളം പ്രകാശം മാത്രം പരന്നു. പിന്നെ ബാക്കിയെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ഉന്നതനായ തിയറിറ്റിക്കൽ ശാസ്ത്രജ്ഞനാണ്, തിയറിറ്റിക്കൽ ഫിസിസ്റ്റാണ് മിഷിയ കാക്കു. അദ്ദേഹത്തിൻ്റെ ചിത്രം ഞാൻ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർ മുഴുവനും അദ്ദേഹത്തെ ഇന്ന് ഈ തലമുറയിൽ ജീവനോടിരിക്കുന്ന ഏറ്റവും ഉന്നതനായ തിയറിറ്റിക്കൽ ഫിസിസ്റ്റ് എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ചിലത്, അദ്ദേഹത്തിൻ്റെ മാത്രമൊന്നുമല്ല, എത്ര പേര് ചേർന്നായി കണ്ടുപിടുത്തത്തിൽ വന്നതെന്നൊക്കെ ഇപ്പം നമ്മളങ്ങോട്ട് വരും. അദ്ദേഹം പറയുന്നത് അനുസരിച്ച് ബിഗ് ബാങ് കോമ്പിനേഷൻ ഓഫ് 3 ഡിഫറെൻറ്റ് ബോസംസ്. ബിഗ് ബാങ് എന്ന് പറയുന്നത് ആരംഭത്തെങ്കിൽ ഉണ്ടായിരുന്ന ആ ശബ്ദം 3 ശബ്ദങ്ങളുടെ സമ്മിശ്രമാണ്. ബൈബിളിൽ നിന്ന് ഞാൻ പറഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ബിഗ് ബാങ് തിയറി പറയുന്നു 3 ശബ്ദങ്ങളുടെ ഒന്നിച്ചു ചേരുന്നതാണ് ബിഗ് ബാങ്. അതിനെ അവർ സി ബോസൺ, ഡബ്ല്യു ബോസൺ, എക്സ് ബോസൺ എന്ന് വിളിക്കുന്നു. ഈ 3 ബോസനുകൾ, 3 ശബ്ദം 3 ജനറേഷനുകളിൽ നിന്ന് വരുന്നതാണ്. ഒരു ജനറേഷനല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 ജനറേഷനിൽ നിന്ന് വരുന്നതാണ്. ഇതിനകത്ത് മോർ അബൌട്ട് ഇറ്റ്, ഒത്തിരി കൂടുതൽ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രയും മാത്രമേ ഇവിടുന്ന് ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ താഴോട്ട് വരാൻ പോവുകയാണ്, കൂടുതൽ നമ്മൾ എടുക്കും. ഈ ഭൂമിയിൽ ഇന്നു വരെ നടന്നിട്ടുള്ള ഫിസിക്സിൻ്റെ ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷത്തെ ലാർജ് ഹാഡോൺ കൊളൈഡ് എക്സ്പെരിമെൻ്റ് എന്നാണ് വിളിക്കുന്നത്. LHC എക്സ്പെരിമെൻ്റ് എന്ന് ചുരുക്കത്തിൽ പറയും. 2012 പരീക്ഷണം നടന്നത്. ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഫിസിക്സിൻ്റെ പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയതായിരുന്നു. അതിനകത്ത് വെച്ചാണ് ബിഗ് ബാങ് തെളിയിക്കപ്പെടുന്നത്. ആ ബിഗ് ബാങ്ങിനെ ഗോഡ് പാർട്ടിക്കിൾ എന്ന് വിളിക്കുവാൻ അന്നത്തെ ശാസ്ത്രജ്ഞന്മാരിൽ വലിയവനായിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് ആവശ്യപ്പെട്ടു. അതിനെ ഗോഡ് പാർട്ടിക്കിൾ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ദൈവം എന്നൊക്കെ പറയുന്നത് ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയാൻ വേണ്ടിയായിരുന്നു. അപ്പച്ച ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, അത് സത്യമായും ദൈവശബ്ദമായിരുന്നു എന്ന് ഇന്ന് തിരിഞ്ഞു. LHC എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് 10,000-ലധികം ശാസ്ത്രജ്ഞന്മാർ 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് ചേർന്ന്, ഇന്ത്യ ഉൾപ്പെടെ 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് 10,000-ലധികം ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് ചേർന്നാണ് ഈ വലിയ കണ്ടുപിടുത്തം നടത്തിയത്. അതിനുള്ള ഉപകരണങ്ങളുടെ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇതുപോലൊരു വൻ ക്രമീകരണം നടത്തി അതിനകത്ത് വെച്ചാണ് ഈ പരീക്ഷണം നടത്തുന്നത്. ആ പരീക്ഷണത്തിൽ നിന്ന് തെളിഞ്ഞത് ബിഗ് ബാങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് എനർജി ഹാവിങ് പാരിറ്റി, നോ സ്പിൻ, നോ ഇലക്ട്രിക്കൽ ചാർജ് ഓർ നോ കളർ ചാർജ്. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ 7 വിശദീകരണങ്ങൾ തന്നിട്ടുണ്ട്. 7 വിശദീകരണങ്ങൾ, 7ഉം തിരുവചനത്തിലെ 7 ഭാഗങ്ങളാണ്. 7 കാര്യങ്ങൾ ബിഗ് ബാങ്ങിനെ കുറിച്ച് പറയുന്നത് 7ഉം ബൈബിൾ റെഫറൻസ് ഉള്ളതാണ്. അവയുടെ സ്വഭാവം ഒരുമിച്ച് ചേർന്നതാണ് ബിഗ് ബാങ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ശബ്ദമായിരുന്നു. 3 ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർത്തു.
അദ്ദേഹം കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി വന്നു. വളരെ റീസെൻ്റായിട്ട് അദ്ദേഹം പറഞ്ഞത് 3 ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർക്കുവാൻ ആരെ ചേർത്തത്? നടുവിലത്തെ ശബ്ദമാണ് ചേർത്തത്. അതാണ് പ്രൊവേബ്സിൽ നമ്മൾ വായിച്ചത്, ഞാൻ അവൻ്റെ മുമ്പിൽ ശില്പിയായിരുന്നു. ഒരാൾ ഇഷ്ടിക ഇറക്കി, വേറൊരാൾ കളിമണ്ണിറക്കി, ഇനി ഒരാൾ സിമെൻ്റ് ഇറക്കി, വേറൊരാൾ ഉപകരണങ്ങൾ കൊണ്ടുവന്നു. ഒരു മേസ്തിരി ഒരുമിച്ച് പണിതാൽ ആ മേസ്തിരിയാണ് ശില്പി. ഞാൻ തിരുസന്നിധിയിൽ ശില്പിയായിരുന്നു. മിഡിൽ ബോസനാണ് ഇവയെ ഒരുമിച്ച് ചേർത്തത് എന്ന് ശാസ്ത്രം. ഞാൻ പറഞ്ഞില്ല, ശാസ്ത്രവും ബൈബിളും കൂടെ ചേർത്ത് മനസ്സിലാക്കുവാൻ കഴിയുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ എന്തെല്ലാം സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, ദൃശ്യമായതും അദൃശ്യമായതും ഒരുപോലെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഇത് മുഴുവനും ദൈവത്തിൻ്റെ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടു. കോസ്മോസ് എന്നൊരു പദം പത്രോസിൻ്റെ ലേഖനത്തിൽ കിടപ്പുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഇന്നത്തെ ക്രമീകരണങ്ങളെക്കുറിച്ചും അഡ്ജസ്റ്റ്മെൻറ്റുകളെക്കുറിച്ചും പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ കോസ്മോസ് എന്നൊരു പദം കിടപ്പുണ്ട്. അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും എന്നതിന് അന്നുണ്ടായിരുന്ന കോസ്മോസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് ശാസ്ത്രം പറഞ്ഞു വന്നു, പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ ഒരു കോസ്മോസാ. ാണ് അത് ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് എൻ്റെ കർത്താവ് മാറ്റിയെന്നാണ് പത്രോസിൻ്റെ 2-ാം ലേഖനം പറയുന്നത്. യൂണിവേഴ്സ് 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ഇൻ ഡയ. അതിൻ്റെ വലിപ്പം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ വൃത്തമെടുത്താൽ അതിനകത്തേത് പ്രകാശം 93 ബില്യൺ വർഷങ്ങൾ കൊണ്ട് സഞ്ചരിക്കുന്ന അത്രയും ദൂരമാണ് അതിൻ്റെ വലിപ്പം. അതാണ് ഇന്നത്തെ പ്രപഞ്ചമെന്നറിയപ്പെടുന്നത്. ലക്ഷോപിലക്ഷം കോടാനുകോടി നക്ഷത്രമണ്ഡലങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു പ്രപഞ്ചത്തെ എൻ്റെ ദൈവമുണ്ടാക്കി. ഇന്ന് ശാസ്ത്രം പ്രപഞ്ചം എന്നുള്ള പേര് മാറ്റി കേട്ടോ. പണ്ടിതിനെ യൂണിവേഴ്സ് എന്ന് വിളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ശാസ്ത്രം പറഞ്ഞു മൾട്ടിവേഴ്സ് ഉണ്ട്. ഇതുപോലെ പല പുള്ളികൾ കാണും. ഇത് തന്നെയൊന്നും അല്ല, ഇതിനപ്പുറത്ത് വേറെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഇറ്റ്സ് കോൾഡ് മൾട്ടിവേഴ്സ്. ഇപ്പം ശാസ്ത്രം ഒന്നുകൂടെ തിരുത്തി. ഇതാ ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ പഠനത്തെക്കാൾ ഒരുപാട് വ്യത്യാസത്തിൽ വന്നു. ഇന്നവർ പറയുന്നത് ദ വിസിബിൾ യൂണിവേഴ്സ്. കാണാൻ വയ്യാത്തത് ഇനിയും കാണും. 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് വരെ പോയി. കാണാൻ വയ്യാത്തത് ഇനിയും കാണും. ഇറ്റ് ഈസ് കോൾഡ് ദ വിസിബിൾ യൂണിവേഴ്സ്. അത്തറ്റം വരെ നമ്മളായി. നമ്മുടെ ഗാലക്സിയിൽ മാത്രം 1,00,000 മില്യൺ, 10 ലക്ഷത്തെയാണ് 1 മില്യൺ എന്ന് വിളിക്കുന്നത്, 1,00,000 മില്യൺ നക്ഷത്രങ്ങൾ നമ്മുടെ ഒറ്റ ഗാലക്സിയിൽ കിടപ്പുണ്ടെന്നും അതുപോലെയുള്ള ലക്ഷക്കണക്കിന് ഗാലക്സികൾ രംഗത്തുണ്ടെന്നും അവയെ ഒരുമിച്ച് ചേർത്താണ് വിസിബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നതെന്നും അതിനപ്പുറത്ത് ഒത്തിരി ഉണ്ടെന്നും പറഞ്ഞു. എല്ലാം കൂടെ വന്നത് എൻ്റെ പിതാവിൻ്റെ ഒറ്റ വാക്ക, ഉളവായി വരാം. ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നവൻ, കേവലം സൃഷ്ടിച്ചേച്ച് മാറുകയല്ല, സൃഷ്ടിച്ചേച്ച് വളർത്തുന്നവനായ ദൈവം എന്നെയും നിങ്ങളെയും ദൈവമക്കളാക്കി വിളിച്ചേച്ച് മാറിയിരിക്കുകയല്ല, നമ്മളെ വളർത്തുന്നവനായ ദൈവം. തൻ്റെ സൃഷ്ടിയുടെ വലിപ്പം, യൂണിവേഴ്സ് 93 ബില്യൺ പ്രകാശവർഷങ്ങളുള്ള പ്രപഞ്ചത്തെ ഏറെക്കുറെ രൂപീകരിക്കുവാൻ ശാസ്ത്രം മനസ്സിലാക്കാൻ കൊള്ളാവുന്ന ഭാഷകളിൽ ചിത്രങ്ങൾ തരുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. തൻ്റെ മിഷിയാക്കാക്ക് വേണ്ടി അടുത്ത പ്രസ്താവനയിലേക്ക് പോകാം. ഇന്ന് ലോകത്തിൽ ജീവനോടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഒന്നാമനെന്നറിയപ്പെടുന്ന തിയറിറ്റിക്കൽ ഫിസിസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഒന്നാമനെന്നറിയപ്പെടുന്ന മിഷിയാക്കാക്ക് പറയുന്നത് ദ മൈൻഡ് ഓഫ് ഗോഡ് വി ബിലീവ് ഈസ് എ കോസ്മിക് മ്യൂസിക്. പണ്ട് ദൈവം ഇല്ലെന്ന് പറഞ്ഞിരുന്ന മഹാനാണ് ഇദ്ദേഹം. ദൈവം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അനേക വീഡിയോകൾ പ്രസിദ്ധീകരിച്ചു. ഞാൻ പറഞ്ഞില്ല, ശാസ്ത്രം ബാലിശ നിലയിലായിരുന്നപ്പോൾ പല മണ്ടത്തരങ്ങൾ പറഞ്ഞുപോയി. ഇപ്പം എന്തോ ചെയ്യാനാ? പക്ഷേ ഇന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നത് ദ മൈൻഡ് ഓഫ് ഗോഡ് വി ബിലീവ്. ഞാൻ എവിടെ നിന്നാണ് അത് എടുത്തത്? അദ്ദേഹം സംസാരിച്ച ഭാഗങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. മുഴുവൻ റെഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ റെഫറൻസുകൾ നോക്കി ആവശ്യമുള്ളവർക്ക് ഇത് എടുക്കുവാൻ കഴിയും. ദ മൈൻഡ് ഓഫ് ഗോഡ് വി ബിലീവ് ഈസ് എ കോസ്മിക് മ്യൂസിക്. The music of strings resonating through the 11th-dimensional hyperspace. ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ചലനാത്മകമായ ഒരു വൈബ്രേഷനാണ് ദൈവത്തിൻ്റെ മനസ്സ് എന്ന് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പദം, ഇന്ന് അത് നമ്മൾ വിശ്വസിക്കുന്നു. മുന്നോട്ട് വരാം. എന്തിനു വേണ്ടി ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു? പാഴായിട്ടല്ല, പാർപ്പിനായിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചത് എന്ന് യെശയ്യാവ് 45:18 പറയുന്നു. മാത്രവുമല്ല, ആകാശത്തിൽ അവൻ തൻ്റെ സൈന്യങ്ങളെ ആക്കിയിരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം തന്നെ പറയുന്ന പദമാണ് 45:12.
സൈന്യങ്ങൾ എന്ന് പറയുന്നത് നക്ഷത്രമണ്ഡലങ്ങളെക്കുറിച്ചാണെന്നൊരു ചിന്ത നേരത്തെ ഉണ്ടായിരുന്നു. ഇന്ന് ഭാഷ അറിയാവുന്നവർ പഠിച്ചേച്ച് പറഞ്ഞു, ശാസ്ത്രവും തെളിയിച്ചു കഴിഞ്ഞു. ഭാഷാ പണ്ഡിതന്മാർ പറയുന്നു ശാസ്ത്രവും തെളിയിച്ചു കഴിഞ്ഞു. ഇന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ സാബ എന്നൊരു വാക്കാണ്, TSAB എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സാബ എന്നാണ് അത് വായിക്കുന്നത്. ടി അവിടെ സൈലൻ്റാണ്. സാബ എന്നൊരു പദമാണ് തൻ്റെ സൈന്യം എന്നതിന് എബ്രായ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാബ എന്ന വാക്കിൻ്റെ അർത്ഥം ചലനമില്ലാത്ത, ജീവനില്ലാത്ത നക്ഷത്രങ്ങളെന്നല്ല, ജീവനുള്ളതും ചലിക്കുന്നതുമായ ഒരു ആർമി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ദൂതന്മാരെ കുറിക്കുന്ന പദമാണ്. ദൃശ്യമായത് നക്ഷത്രമണ്ഡലങ്ങളായിരിക്കുമ്പോൾ അദൃശ്യമായത് ദൂതന്മാരാണ്. കോടാനു 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 കോടി സാബ, ദൈവത്തിൻ്റെ വലിയൊരു സൈന്യത്തെ ദൈവം ആകാശത്തിൽ സൃഷ്ടിച്ചു. ഈ ദൂതന്മാരെ ദൈവം നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചു. ദൂതന്മാരെ ദൈവം നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലെ വാക്യം ഞാനിവിടെ കൊടുത്തിട്ടില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ആകാശത്ത് നിന്ന് ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾ പൊരുതു എന്നൊരു പദം കിടപ്പുണ്ട്. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു. നക്ഷത്രങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യുന്നത് എഴുതിയിട്ടുണ്ട്. ഫ്രം ദെയർ ഓൺ ഹൈവേസ്, അതിനുവേണ്ടി നിയമിച്ചിരിക്കുന്ന ആകാശ വീഥികളിൽ നിന്ന് ആകാശത്തെ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു. നക്ഷത്രങ്ങളിൽ പാർക്കുന്ന ദൂതന്മാരെയാണ് കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യുദ്ധം ചെയ്യുവാൻ പ്രാപ്തരായ ഒരു കൂട്ടം ദൂതന്മാരുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെ യേശു പറഞ്ഞായിരുന്നു നിങ്ങളുടെ തലയിലെ രോമത്തിൽ ഒരെണ്ണം താഴെ വീഴണമെങ്കിൽ ഞാൻ അറിയാതെ പോവുകയില്ല. എന്താ അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? നിങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ എനിക്കും നിങ്ങൾക്കും കാവൽ തരേണ്ടതിന് രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സേവകാത്മാക്കളായ ദൈവദൂതന്മാരെ സൃഷ്ടിച്ച് നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുക. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ജീവിക്കാൻ ഒരല്പം കൂടെ ധൈര്യമുണ്ടാകും. ഈ ദൂതന്മാരെ സൃഷ്ടിച്ച് നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി. ലൂസിഫറിനെ ആ ദിവസങ്ങളിൽ ദൈവം സ്വർഗത്തിൽ പാർപ്പിച്ചു. ഒരു നക്ഷത്രത്തിൽ ഒതുങ്ങുന്നതിനേക്കാൾ വലിയവനായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ദൈവത്തിന് അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രത്യേക ഉദ്ദേശത്തിന് ആവശ്യം ഉണ്ടായിരുന്നിരിക്കാം, അതും എനിക്കറിഞ്ഞുകൂടാ. രണ്ടായാലും ലൂസിഫർ മുതൽ ചില പ്രധാന ദൂതന്മാരെ ദൈവം സ്വർഗത്തിലാണ് പാർപ്പിച്ചത്, നക്ഷത്രങ്ങളിലല്ല. ലൂസിഫറിനെ ആരംഭത്തിങ്കിൽ സ്വർഗത്തിൽ പാർപ്പിച്ചിരുന്നുവെന്ന് എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. ഞാൻ വാക്യം വായിക്കാത്തത് എൻ്റെ സമയം ലാഭിക്കാനാണ്, അല്ലെങ്കിൽ മാർച്ചിലും തീരുകയില്ല, ഏപ്രിലും തീരുകയില്ല. അതുകൊണ്ട് ഇത് തീർക്കാൻ വേണ്ടിയാണ് ഇത്രയും വേഗത്തിൽ ഞാൻ പോകുന്നത്. ദൂതന്മാരെ നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചപ്പോൾ ലൂസിഫറിനെ സ്വർഗത്തിൽ പാർപ്പിച്ചിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ നടുവിലായിരുന്നു. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. ആദാമിൻ്റെ തോട്ടമായ ഏദനെന്നല്ല, ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു, സ്വർഗീയ തോട്ടത്തിലായിരുന്നു. നീ അവിടെ അഗ്നിമയ രഥങ്ങളുടെ നടുവിലായിരുന്നു. എന്നാൽ ലൂസിഫർ സ്വർഗത്തിൽ പാപം ചെയ്തു. എന്തായിരുന്നവൻ്റെ പാപം? ഞാൻ അത്യുന്നതനോട് സമനാകും. 95% സഭകളിൽ, പെന്തക്കോസ്ത് സഭകളിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇതാണ്. ഞാൻ പാസ്റ്ററാകും, എനിക്ക് സെക്രട്ടറി ആകണം, എനിക്ക് മിടുക്കനാകണം, എനിക്കിതാകണം. ഇത് ലൂസിഫറിൻ്റെ ചിന്താഗതിയാണ്. ഇത് താഴോട്ട് ഇറങ്ങുന്നതോടുകൂടെയാണ് സഭകൾ ഭിന്നിക്കപ്പെടുന്നത്. സഭയിൽ പൈശാചിക സാമ്രാജ്യം കൊണ്ടുവരേണ്ടതിന്, സഭയിൽ എതിർക്രിസ്തുവിൻ്റെ വാഴ്ച കൊണ്ടുവരേണ്ടതിന് വേണ്ടി, സഭയെ നിർവീര്യമാക്കേണ്ടതിന് സാത്താൻ ഇന്നും ഈ തത്വങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മറക്കരുത്. അവൻ സ്വർഗത്തിൽ ദൈവത്തോട് പാപം ചെയ്തു. അവൻ സ്വർഗത്തിൽ ദൈവത്തോട് പാപം ചെയ്തതിനാൽ ദൈവം അവനെ സ്വർഗത്തിൽ നിന്ന് തള്ളുവാൻ തീരുമാനിച്ചു. യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 6-7 വാക്യങ്ങൾ നോക്കിയാൽ ദൈവം ഭൂമിക്ക് ഒരടിസ്ഥാനമിട്ടു. ഭൂമിയുടെ അടിസ്ഥാനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പിക്ചർ സഹിതം എടുത്തു കാണിച്ചതാണ്. 7 ലെയറുള്ള ഒരു അടിസ്ഥാനമാണ് ഭൂമിക്കുള്ളത്. ലോഹങ്ങൾ മറ്റും ചേർത്ത 7 ലെയർ അടിസ്ഥാനങ്ങളുള്ള ഒരു അടിസ്ഥാനം ഭൂമിക്കുണ്ട്. ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ഭൂമിയെ ഉണ്ടാക്കി. ശാസ്ത്രം പറയുന്നത് ആകാശം സൃഷ്ടിച്ചിട്ട് 13.7 ബില്യൺ, ഇന്ത്യൻ ശാസ്ത്രം. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 14.2 ബില്യൺ വർഷങ്ങൾക്ക് പുറകിലാണ് ആകാശം സൃഷ്ടിച്ചത്. ഭൂമി തീരെ പയ്യന് മറ്റവരുമായിട്ട് കണക്ക് കൂട്ടിയാൽ ഇദ്ദേഹത്തിന് 4.45 ബില്യൺ വർഷം പഴക്കമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആകാശം സൃഷ്ടിച്ച് 9.2 ബില്യൺ വർഷം ലൂസിഫർ സ്വർഗത്തിൽ പാർത്തു. മനസ്സിലാകുന്നുണ്ടല്ലോ കണക്ക്? സിമ്പിൾ മാത്തമാറ്റിക്സ്. ആകാശമൊക്കെ എത്രയും ഓർത്തിരുന്നു. ആകാശം സൃഷ്ടിച്ച് 9.2 ബില്യൺ 920 കോടി വർഷങ്ങൾ. കോടി വരെ എണ്ണാൻ അറിയാവുന്നവരാരും നമ്മുടെ കൂട്ടത്തിലില്ല.
ഒറ്റയാൾ പോലും ഇല്ല. 1 കോടി വരെ തെറ്റാതെ എണ്ണാൻ അറിയാവുന്നവർ ഒരാൾ പോലും നമ്മുടെ ഇടയിലില്ല. പിന്നെ എവിടെ ഈ 1000 കോടിയും 2000 കോടിയും ഒക്കെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്? ഇവിടെ 1420 കോടി വർഷങ്ങൾ 920 കോടി വർഷങ്ങൾ ലൂസിഫർ സ്വർഗത്തിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവൻ സ്വർഗത്തിൽ പാപം ചെയ്തത്. ആകയാൽ അവനെ മാറ്റി പാർപ്പിക്കേണ്ടതിന് ദൈവത്തിന് ഒരു സീനിയോറിറ്റിയും വിഷയമല്ല. പാപം പാപമാ, തെറ്റ് തെറ്റാ, സീനിയോറിറ്റി വിഷയമല്ല. 920 കോടി വർഷം സ്വർഗത്തിൽ പാർത്ത ശേഷം ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന അഹങ്കാരത്തിൻ്റെ ചിന്ത അവൻ്റെ വായിൽ നിന്ന് ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ അവനെ മാറ്റിപ്പാർപ്പിക്കേണ്ടതിന് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ആ ഭൂമിയിലേക്ക് ലൂസിഫറിനെ മാറ്റിപ്പാർപ്പിച്ചു. ഇത് നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു ആശയമാണ്. ഭൂമി സൃഷ്ടിക്കുന്നതിന് മുന്നമേ ദൈവം ചില പ്രിക്കോഷൻസ് എടുത്തു. ദൈവത്തിനറിയാം സ്വഭാവദോഷമുള്ള ഒരുത്തനെയാണ് ഭൂമിയിലോട്ടാക്കാൻ പോകുന്നത്. അവനിനിയും ഭൂമിയിൽ ചെന്ന് ഇതേ കാര്യം തുടർന്നാലോ? ഡോക്ടർ ടി സി ജോർജ് അവർകൾ ജീവനോടിരുന്ന കാലം നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ ഓർഡിനേഷൻ തന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞ ഒരു പദം ഓർമ്മയുണ്ട്. വർഗീസേ, ഒരിക്കൽ കടിച്ച പട്ടി പിന്നെയും കടിക്കും. നമ്മുടെ ചർച്ചിൽ ഒരാൾ ശല്യം ഉണ്ടാക്കി. ഞങ്ങളന്ന് അദ്ദേഹത്തെ ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി. ചർച്ചിൽ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് തിരിച്ച് ക്ഷമിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ക്ഷമിച്ചു. അങ്ങനല്ലേ ക്രിസ്ത്യൻ തത്വം. ക്ഷമിച്ച് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ടി സി ജോർജ് സാറിനോട് പറഞ്ഞ പദമാണ്, വർഗീസേ, ഒരിക്കൽ കടിച്ച പട്ടി പിന്നെയും കടിക്കും. അവനെ തിരിച്ചെടുക്കണം, പക്ഷേ അവനെ നിർത്തുന്നത് സൂക്ഷിച്ചേ നിർത്താവൂ. സമയം കിട്ടിയല്ലോ ഇനി കടിച്ചിരിക്കും. അവൻ കടിക്കുകയും ചെയ്തു, കടിയേൽക്കുകയും ചെയ്തു. ഒരിക്കൽ കടിച്ച പട്ടി പിന്നെയും കടിക്കും. ദൈവത്തിനറിയാം ലൂസിഫർ പെശകനാണ് ഇവനെ ഭൂമിയിലോട്ടാക്കുക. അവൻ ഭൂമി നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂമിയെ വീണ്ടെടുക്കേണ്ടതിന് ഒരു കുഞ്ഞാട് കുരിലിറക്കപ്പെടുകയാണ്. ലോകസ്ഥാപനത്തിന് മുന്നമേ കുരിലിറക്കപ്പെട്ട കുഞ്ഞാടായി യേശുവിനെ മാറ്റി നിർത്തിയേച്ച് എതിർ ക്രിസ്തു വരാൻ പോകുകയാ. അതിനെ എതിർത്ത് ജയിക്കേണ്ടതിന് ക്രിസ്തു കുരിലിറക്കപ്പെട്ട കുഞ്ഞാടായി. വെളിപ്പാട് പുസ്തകം 13 അത് കിടപ്പുണ്ട്. യോഹന്നാൻ 1:29 ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതും ഇങ്ങനെയാണ്. 2 ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഭൂമിയെ പൊടിച്ചു കളയാതിരിക്കേണ്ടതിന് അതിനതിശക്തമായ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി. അങ്ങനെ 4.45 ബില്യൺ വർഷങ്ങൾക്ക് മുന്നമേ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. ഒരു 3 ഡൈമെൻഷനൽ പിക്ചർ ഭൂമിയും അതിനോട് ചേർന്നുള്ള ഗ്രഹങ്ങളും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാം. സൂര്യന് ചുറ്റുമായി നിൽക്കുന്ന ഒരു കാഴ്ച കാണാം. അതിനകത്ത് ഭൂമിക്കൊരു പ്രത്യേക നിറമുണ്ട, പച്ചയും നീലയെല്ലാം കൂടെ കാണിക്കുന്ന ആ നിറം അതിൻ്റേതാണ്. ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇന്ന് സത്യത്തിൽ പാഴും ശൂന്യവുമായ സാഹചര്യത്തിൽ നിന്ന് മാറിയത്. ബാക്കിയെല്ലാം ഇന്നും പാഴും ശൂന്യവുമാണ്. ഭൂമി മാത്രമേ റിഫോം ചെയ്തിട്ടുള്ളൂ. പോട്ടെ, ദൈവം ലൂസിഫറിനെ ഭൂമിയിലേക്കാക്കിയ ശേഷം ഇവിടെ ഗൗരവമായി ഒന്ന് ശ്രദ്ധിച്ചോണം. സകല പ്രിയപ്പെട്ടവരും ദയവായി എന്നെ ശ്രദ്ധിച്ചോണം. ദൈവം ദൈവത്തിൻ്റെ കൾച്ചറിൽ, ദൈവത്തിൻ്റെ സംസ്കാരത്തിൽ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവരാജ്യത്തിൻ്റെ കോളനിയായി ഭൂമിയെ കൊണ്ടുപോകുവാൻ ലൂസിഫറിനെ ഭരണാധികാരിയാക്കി. ഭയങ്കര പർട്ടിക്കുലറായ ഒരു വാചകമാണ്. അവിടെയാണ് സഭയെ പിശാച് തോൽപ്പിച്ച ഒന്നാമത്തെ രംഗം. ദൈവത്തിൻ്റെ കൾച്ചറിൽ, ദൈവത്തിൻ്റെ പാറ്റേണിൽ. എനിക്കൊരു വീടുണ്ടെന്നിരിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചു. ഒരു 5 വർഷം 10 വർഷം ഞാൻ വിദേശത്തോട്ട് പോയി താമസിക്കുക. അപ്പം ഞാൻ എൻ്റെ സ്നേഹിതന്മാരിൽ ഒരാളിനെ വിളിച്ചു വെച്ച് പറഞ്ഞു, ബ്രദർ, തൽക്കാലം ബ്രദർ എൻ്റെ വീട്ടിലോട്ട് താമസിക്കുക. എൻ്റെ വീട് ഫുൾ സെറ്റാണ്. ബെഡ്റൂം, കിച്ചൺ എല്ലാം കംപ്ലീറ്റ്ലി സെറ്റാണ്. ഇവിടെ ഒരു പിന്നു പോലും ആവശ്യമില്ല. നിനക്കിത് യോഗ്യമായി ഉപയോഗിക്കാം. എൻ്റെ കൃഷിസ്ഥലങ്ങൾ എൻ്റെ വട്ടത്തിലുണ്ട്. നിനക്കിത് യോഗ്യമായി ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ പാറ്റേൺ മാറ്റരുത്. ആ പുള്ളി തീരുമാനിച്ചെന്നിരിക്കട്ടെ എന്നോടൊന്ന് എതിർക്കുക. അവൻ എൻ്റെ ബെഡ്റൂമിനകത്ത് ടോയ്ലറ്റ് ആരംഭിച്ചു. എൻ്റെ കിച്ചണകത്ത് കൊണ്ടുവന്ന് അവൻ ചപ്പുചവറുകൾ വാരിയിടാൻ തുടങ്ങി. എൻ്റെ ബെഡെടുത്ത് മുറ്റത്തിട്ടു. എൻ്റെ വീടാകെ നശിപ്പിച്ചു. ഞാൻ പൂച്ചെടികൾ വെച്ചിരുന്നിടത്ത് അവൻ കാട്ടുമരങ്ങൾ തട്ടുപിടിപ്പിച്ചു. ഞാൻ ഒലിവ് മരങ്ങൾ വെച്ചിരുന്നിടത്ത് ഉപദേശിമാർ പറയുന്ന പോലെ അവൻ ചെറുതണം വെച്ച് പിടിപ്പിച്ചു. എൻ്റെ മുന്തിരിത്തോട്ടം അവൻ ചീരത്തോട്ടമാക്കി. ഞാനൊരു 10 കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഞാൻ സമ്മതിക്കുമോ? ഞാൻ വെച്ചിരുന്നത് പോലെ എനിക്ക് കാണണം. ലൂസിഫർ ദൈവത്തിൻ്റെ കൾച്ചറിൽ നിന്ന് മാറി.
ഞാൻ ഒരു വാക്ക് ഇവിടെ ഒന്ന് തിരിച്ചു കൊണ്ടൊന്ന് തൊട്ടോട്ടെ. തിരിച്ചു കൊണ്ടൊന്ന് എങ്ങോണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്നതിന് ആംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ബൈബിൾ കൊടുത്തിരിക്കുന്ന പദം ഒന്ന് ശ്രദ്ധിച്ചോണം. പല തർജ്ജമകളിൽ പല വാചകങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആംപ്ലിഫൈഡ് ബൈബിളിനകത്തത് മുഴുവനും ചേർത്തിട്ടുണ്ട്. ഗോഡ് പ്ലാൻഡ്, ഫാഷൻഡ്, അറേഞ്ച്ഡ് ആൻഡ് ക്രിയേറ്റഡ്. ദൈവത്തിൻ്റെ പ്ലാനിങ്ങുകൾ, ദൈവത്തിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ, ദൈവത്തിൻ്റെ ഫാഷൻ, ഇതെല്ലാം ചേർത്ത് ദൈവം ഇതിനെ സൃഷ്ടിച്ചു. ഇതിനെ മാറ്റുവാൻ ലൂസിഫർ തീരുമാനിച്ചു. ഇത് മെയിൻറ്റെയിൻ ചെയ്തോളണം. ദൈവത്തിൻ്റെ തത്വമാണ് അങ്ങയുടെ രാജ്യം വരണം. അത് സഭയെ പഠിപ്പിക്കുമ്പോഴും അത് തന്നെയാണ്, ദൈ കിങ്ഡം കം. ദൈവരാജ്യം അതിൻ്റെ തത്വത്തിൽ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി ഈ ഭൂമിയിൽ ലൂസിഫറിനെ ആക്കി. അവൻ ഏതാണ്ട് 3.5 ബില്യൺ വർഷം ഈ ഭൂമിയിൽ ഭരിച്ചു. ലൂസിഫർ ഇവിടെ ഭരിച്ചിരുന്നു എന്നതിൻ്റെ ശാസ്ത്രീയ തെളിവാണ് ഇത് ഈ കാണുന്നത്. 410 കോടി വർഷങ്ങൾക്ക് പുറകിൽ, 410 കോടി വർഷങ്ങൾ പഴക്കമുള്ള മനുഷ്യൻ ഇവിടെ വന്നിട്ട് 6000 വർഷമേ ആയുള്ളൂ. 6000 വർഷം. ലക്ഷം കോടി ഒന്നും മനുഷ്യന് മനസ്സിലാകുന്നതിന് അപ്പുറത്താണ്. 410 കോടി വർഷങ്ങൾക്ക് പുറകിൽ ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടായിരുന്നു. അന്നത്തെ അസ്ഥികളുടെയും മറ്റും അവശിഷ്ടമാണ് നിങ്ങളീ കാണുന്ന ഓസ്ട്രേലിയയിൽ നിന്ന് ലഭിച്ച ഈ ഫോസിലുകൾ. തെണ്ടിക്കാണുന്നത് 350 കോടി വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടം ബൊളീവിയ എന്ന രാജ്യത്ത് നിന്ന് കുഴിച്ചെടുത്തതാ. അക്കാലം മുതൽ ലൂസിഫർ ഇവിടെ ഭരിച്ചിരുന്ന അക്കാലം അവൻ ദൈവിക തത്വത്തിൽ നിന്നും കൾച്ചറിൽ നിന്നും അവൻ ഈ ഭൂമിയെ മാറ്റിത്തിരിക്കുവാൻ ശ്രമിച്ചു. അവന് പറവാനുള്ളത്, ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ ഭരിക്കും, ഞാൻ ദൈവത്തെ നിഷ്കാസനം ചെയ്യും, ഞാൻ ഭരിക്കും. ഇതാണ് അവന് പറവാനുള്ളത്. തൻ്റെ അവന് രാജ്യങ്ങളെ ബലഹീനപ്പെടുത്തി. അവിടെ രാജ്യങ്ങളെന്ന് പറയുന്നത് ഇതര ദൂതന്മാരുടെ കാര്യമാണ്. വേറൊരു ദൂതൻ പോലും അവനോട് ചോദ്യം ചെയ്യാതെ വണ്ണം ജയിക്കേണ്ടതിന്, എനിക്ക് സ്വർഗത്തിൽ കയറണം, ഞാൻ ഒന്നാമനാകണമെന്ന് പറയേണ്ടതിന് അവൻ അന്നുണ്ടായിരുന്ന രാജ്യങ്ങളെ, അതായത് ഇതര നക്ഷത്രങ്ങളിൽ പാർക്കുന്ന ദൂതന്മാരെ ബലഹീനരാക്കി. അവരിൽ പലരെ അവൻ അറസ്റ്റ് ചെയ്തു, പിടിച്ചു പൂട്ടി എന്നൊക്കെ ബൈബിൾ വായിച്ചാൽ കാണാം. തൻ്റെ ബദ്ധന്മാരെ അഴിച്ചുവിടാതെ വണ്ണം പിടിച്ചു പൂട്ടിയവനല്ലേടാ നീ എന്ന് ലൂസിഫറിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആരും ദൈവത്തോട് തിരിയാതിരിക്കേണ്ടതിന് സകലതിനെയും വീക്കൻ ചെയ്തുകൊണ്ട് ഇന്ന് സഭയെ വീക്കൻ ചെയ്യുവാൻ ലോകം ശ്രമിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അവൻ ലോകത്തെ മറ്റ് രാജ്യങ്ങളെ വീക്കൻ ചെയ്തവനാണ് അവൻ. ഹി എൻജോയ്ഡ് ലക്ഷറീസ്. അവൻ ദൈവം കൊടുക്കാഞ്ഞ ലക്ഷറികളിലേക്ക് കയറി വീണു. നിന്റെ ആഡംബരവും വാദ്യഘോഷവും തേണ്ടടാ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയല്ലോ എന്ന് യെശയ്യാവ് 14:11 പറഞ്ഞിരിക്കുന്നത് ഇവൻ ഉണ്ടാക്കി വെച്ച ആഡംബരങ്ങളുടെ കാര്യമാണ്. അവൻ്റെ ക്ലെയിം ഒന്ന് ശ്രദ്ധിച്ചോണം. യെശയ്യാവ് 14:13-14 വാക്യങ്ങളിൽ വായിച്ചന്തര വാക്യം അവൻ്റെ ക്ലെയിം. ഒന്ന്, ഐ വിൽ അസെൻഡ് അൺടു ഹെവൻ. ഞാൻ സ്വർഗത്തിൽ കയറും. മലയാളത്തിൽ വായിക്കാം, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ വയ്ക്കും. 3, ഞാൻ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ദ മോസ്റ്റ് അറ്റ്മോസ്റ്റ് സമാഗമ പർവ്വതത്തിൻ്റെ മേൽ ഇരുന്നരുളും. 4, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. 5, ഞാൻ അത്യുന്നതനോട് സമനാകും. ഈ ഉത്തരദിക്കിൻ്റെ അതിർത്തി എന്ന് പറയുന്ന പദം പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റം, അവിടം വരെയൊന്നും നമുക്ക് എത്തിയിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ വിസിബിൾ യൂണിവേഴ്സ്. ഞാൻ പറഞ്ഞില്ല, നല്ല വാക്കിനായി സ്തോത്രം. ശാസ്ത്രം ഈയിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വിസിബിൾ യൂണിവേഴ്സ്, കാണുന്ന മണ്ഡലത്തിന് അപ്പുറത്താണ് ഉത്തരദിക്ക്. പക്ഷെ അവൻ പറഞ്ഞു, അവിടെ കയറും, ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഭരിക്കും. ഉത്തരദിക്കിനെ കുറിച്ച് യോബിൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്. ഓക്കെ, ദൈവത്തിൻ്റെ മറുപടി ഒന്ന് ശ്രദ്ധിച്ചോണം. ദൈവത്തിൻ്റെ മറുപടി നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എതിർ ക്രിസ്തു എന്ന ആശയം ഉയരുന്നത്, ഞാൻ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ ഭരിക്കും. ദൈവത്തിൻ്റെ മറുപടി ഒന്ന് ശ്രദ്ധിച്ചോണം. എസെക്കിയേൽ പ്രവചനം 28:16 യെശയ്യാവ് 14:15 ചേർത്ത് വായിച്ചാൽ ഈ മറുപടികൾ മുഴുവനും ലഭിക്കും. 1, ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി. നീ ആകപ്പാടെ മിടുക്കനായിട്ട് ദൈവത്തിൻ്റെ മേളിൽ കയറാനിരുന്നില്ലടാ, നിന്നെ സാധാരണക്കാരനായി ഞാൻ എണ്ണും. വേദപുസ്തക ഭാഷയിൽ അശുദ്ധനെന്നെണ്ണി, പെർഫോം. ഞാൻ നിന്നെ സാധാരണക്കാരനായി എണ്ണും, നിന്നെ മിടുക്കനായി കാണത്തില്ല. 2, നിന്നെ ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു, നിന്നെ സ്വർഗത്തിൽ കയറ്റത്തില്ല. 3, അഗ്നിമയ രഥങ്ങളുടെ നടുവേ നിന്ന് ഞാൻ മുടിച്ചു കളഞ്ഞു, നിനക്കെൻ്റെ സംസർഗം തരത്തില്ല, എൻ്റെ ഫെലോഷിപ്പ് നിനക്ക് നഷ്ടമായി പോകും. 4, ഞാൻ നിന്നെ നിലത്ത് തള്ളിയിടും. 5, ഒടുവിൽ നീ പാതാളത്തിൻ്റെ അടിയിലേക്ക് നിന്നെ ഇടും. ഈ ആശയങ്ങൾ ലഭിച്ചുവെന്ന് തോന്നുന്നു.
അവൻ്റെ 5 ക്ലെയിം, ഞാൻ സ്വർഗത്തിൽ കയറും, മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. കർത്താവ് പറഞ്ഞ എൻ്റെ 5 മറുപടി, നിന്നെ തകർത്ത് ഞാൻ താഴെ തള്ളും, നീ ഒന്നും ചെയ്യത്തില്ല, ഞാൻ നിന്നെ തകർത്ത് തള്ളിയിടും. ഇന്ന് ഒരാത്മയുദ്ധം നടന്നുകൊണ്ടിരിക്കുക. പ്രകാശമുള്ള ദൈവത്തിൻ്റെ രാജ്യവും സാമ്രാജ്യവും, ദൈവിക സാമ്രാജ്യവും ഇരുളിൻ്റെ സാമ്രാജ്യവും തമ്മിൽ ഒരു യുദ്ധം നടക്കുക. നമ്മുടെ എല്ലാ അകത്തും യുദ്ധം നടക്കുന്നുണ്ട്. പ്രകാശമുള്ള ദൈവത്തിൻ്റെ സാമ്രാജ്യവും പൈശാചികമായ ഇരുളിൻ്റെ സാമ്രാജ്യവും. ക്രിയേറ്റർ, സൃഷ്ടാവായ ദൈവമാണ് വലിയവനെന്ന് ഒരു ഭാഗം, മറുഭാഗം ഇല്ല, ദൈവമെന്ന് അഭിനയിക്കുന്ന പിശാചാണ് വലിയവൻ, അവൻ്റെ തത്വമാണ് വലുത്. ദൈവത്തിൻ്റെ പ്രത്യേകത, ഹി സ്ട്രെങ്തൻഡ് നേഷ്യൻ, അവൻ ബലഹീനരെ ശക്തീകരിക്കും. പിശാചിൻ്റെ പ്രത്യേകത, ഹി വീക്കൻഡ് നേഷ്യൻസ്, അവൻ ബലമായതിനെ ബലഹീനമാക്കും. ദൈവം യുദ്ധം ചെയ്യുമ്പോൾ തൻ്റെ ഹോളി ഏഞ്ചൽസ്, വിശുദ്ധ ദൂതന്മാരെ ഉപയോഗിക്കും. സാത്താൻ യുദ്ധം ചെയ്യുവാൻ വീണുപോയന്മാരെ ഉപയോഗിക്കും. എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ പറയുന്ന, വി ആർ ദ ഏഞ്ചൽസ് ഓഫ് ദ ലൈറ്റ്, സെർവൻസ് ഓഫ് ലൈറ്റ്. ഞാനും നിങ്ങളും വെളിച്ചത്തിൻ്റെ സേവകന്മാരാണ്. എന്നാൽ പിശാചിന് ഇരുളിൻ്റെ സേവകന്മാരുണ്ട്, അവരെ അവൻ ഉപയോഗിക്കും. ദൈവത്തിന് പറവാനുള്ളത്, എൻ്റെ കൾച്ചർ, എൻ്റെ സംസ്കാരം ഞാൻ നടത്തിയെടുക്കും. പിശാചിന് പറവാനുള്ളത് എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷൻ. അത് നമ്മൾ നാളത്തേക്ക് വരും, അടുത്ത ഞായറാഴ്ചത്തേക്ക് അവിടെ എത്തും. ഇന്ന് അവിടെ കയറുമെന്ന് തോന്നുന്നില്ല. എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷൻ ആയിരിക്കും ഞാൻ, ദൈവിക സംസ്കാരമായിരിക്കില്ല. ലൂസിഫർ ഭൂമിയിൽ വെച്ച് ദൈവത്തോട് വീണ്ടും മറുതലിച്ചതിനാൽ ദൈവം അവനെ ഭൂമിയിൽ നിന്നും എടുത്തു കളഞ്ഞുവെന്ന് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ കാണുന്നു. അവൻ്റെ ദൂതന്മാരും ദൈവദൂതന്മാരും തമ്മിൽ പടവെട്ടി. അവൻ്റെ ദൂതന്മാരെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, ഞാൻ നിന്നെ തറയിലേക്ക് തള്ളിയിടും. യെശയ്യാവ് 14:12 അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് വീണടാ, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ ബലഹീനനായി മാറിയടാ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ വെട്ടിക്കളഞ്ഞതല്ലേ. എസെക്കിയേൽ 28:17, എസെക്കിയേൽ 28:16 ഇതെല്ലാം വായിക്കാം. ഞാൻ നിന്നെ തറയിൽ തള്ളിയിട്ട് കഴിഞ്ഞു, ഞാൻ നിന്നെ നശിപ്പിച്ചു. അവനോട് കൂടെ നടന്ന യേശു അവരോട് പറയുന്നൊരു പദം, സാത്താൻ എവിടെയാ? ലൂക്കോസ് 17 ലൂക്കോസ് 10:18 സാത്താൻ മിന്നൽ പോലെ നിലത്ത് വീഴുന്നത് ഞാൻ കണ്ടു. വെട്ടുണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട്. അവൻ മിന്നൽ പോലെ വീണു. അവൻ ഇന്നും അതോറിറ്റി ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ല, അവൻ വെട്ടുകൊണ്ട് വീണവനാണെന്ന് മറക്കരുത്. അവനോട് കൂടെ ഉണ്ടായിരുന്നവരെയും ബന്ധിച്ചു. 2 പത്രോസ് 2:4 ദൈവം ആദിയിൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാഞ്ഞ ദൂതന്മാരെ ആദരിക്കാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ചങ്ങലയിട്ട് അഗാധത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സാത്താനെ അഴിച്ചുവിട്ടിരിക്കുക. അവനേക്കാൾ കട്ടിയായി പ്രവർത്തിച്ച പുള്ളികളുണ്ട്, അവന്മാരെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക. അവരെ അഴിച്ചുവിട്ടിട്ട് പോലുമില്ല, സാത്താനെ അഴിച്ചുവിട്ടിരിക്കുക. മറ്റവന്മാരെ അഴിച്ചുവിട്ടിട്ടേ ഇല്ല. 2 പത്രോസ് 2:4 ആ ദൂതന്മാരോട് ദൈവം കരുണ കാണിക്കാതെ അവരെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ പാപം ചെയ്യുന്നവൻ ശ്രദ്ധിച്ചോണം, ശിക്ഷയുണ്ട്, നിശ്ചയമായുമുണ്ട്. യൂദായുടെ ലേഖനം 1:6 ഈ കാര്യം തന്നെ ദൈവം പറയുന്നുണ്ട്. 2 പത്രോസ് 2:4 ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. എർത്ത് വാസ് ഫോംലെസ്. ഒടുവിൽ ദൈവം ഭൂമിയെ ശപിക്കുകയും ഭൂമിയെ പാഴും ശൂന്യവും ആക്കുകയും ചെയ്തു. ഇത്രയും നേരം ഞാൻ പറഞ്ഞ വിശദീകരണങ്ങൾ 1-ാമത്തെ വാക്യത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. 2-ാമത്തെ വാക്യത്തിലോട്ട് കയറുകയാണ്. ദൈവം ഭൂമിയെ പാഴും ശൂന്യവും ആക്കി മാറ്റിക്കളഞ്ഞു. എങ്ങനെയാണ് പാഴും ശൂന്യവുമാക്കി മാറ്റിക്കളഞ്ഞത്? യെരമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 23 മുതൽ 27 വരെ വായിച്ചാൽ മതി. ഞാൻ ആകാശത്തെ നോക്കി, പ്രകാശം കണ്ടില്ല. അവൻ ഭൂമിയെ പാഴും ശൂന്യവുമാക്കി മാറ്റി. അവൻ നക്ഷത്രങ്ങളോട് മുദ്രയിട്ടു. അവൻ സൂര്യനോട് ഉദിക്കരുതെന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. യെരമ്യാവ് 4:23 മുതൽ 27 വരെ. യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെ. സങ്കീർത്തനങ്ങൾ 18-ന്റെ 7, 8, 13. സങ്കീർത്തനങ്ങൾ 104-ന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ നോക്കിയാൽ കാണാം, ഗ്രഹങ്ങളോട് കൂട്ടിയിടിച്ചു. പാഴും ശൂന്യവുമായി ഇത് മുഴുവനും മാറി. അതേ വാക്യങ്ങൾ തന്നെ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഭൂമിയെ ദൈവം വെള്ളം കൊണ്ട് മൂടി. ഇത് പാഴും ശൂന്യവും ആയി മാറി. ആ വാസ്തവം നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് നോക്കാം.
ബൈബിളിൽ നിന്നും കണ്ടല്ലോ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്ന്. നമുക്ക് ശാസ്ത്രത്തിനോടൊന്ന് ചോദിക്കാം. ശാസ്ത്രം പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇന്നും പാഴും ശൂന്യവുമായി പല പുള്ളികളുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും തൊട്ടു. നമ്മുടെ അന്തരീക്ഷത്തിൽ ഈ സൗരയൂഥത്തിൽ തന്നെ ഇവിടെ കാണുന്ന യുറാനസ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന 2 ഗോളങ്ങൾ പാഴും ശൂന്യവുമാണ് ഇന്നും. ആ പുള്ളിക്ക് ഇടി കൊണ്ട് കിടക്കുക, അതും വെള്ളം കൊണ്ട് മൂടിക്കിടക്കുക, മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുക. there are some gas giants. ഇന്നും ഗ്യാസായി കിടക്കുന്നതുണ്ട്. there are some ice giants. ഇന്നും മഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കുന്നതുണ്ട്. സോളിഡ് ഗ്രൗണ്ട്, തറയില്ല 4 ഗ്രഹങ്ങൾക്ക്. 4 ഗ്രഹങ്ങൾക്ക് ഇന്നും തറയില്ല. there is no solid grounds. ഭൂമിയും ഇതുപോലെ ആയിപ്പോയി പണ്ടൊരിക്കൽ. ഇവന്മാർ വഴക്കുണ്ടാക്കിയതാ, ദൈവം ഒരു ശിക്ഷ കൊടുത്തതാ, പാഴും ശൂന്യവും. പക്ഷേ ഇന്ന് പകൽ ഇതിനകത്ത് പാഴും ശൂന്യവുമായി ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കരുണയുള്ള കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു. തിരിച്ചൊരു കൽപ്പന, വെളിച്ചമുണ്ടാകട്ടെ. ഓ ഗോഡ്, ഈ പകൽ പാഴും ശൂന്യവുമായി ഞാൻ ആയിത്തീർന്നിരിക്കുന്നെന്ന് തോന്നുന്നവരെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് പകൽ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കട്ടെ. തിരിച്ചു പണിയുവാൻ കഴിയുന്നവൻ, തിരിച്ചു പണിയുവാൻ കഴിയുന്നവൻ. സ്തോത്രം. പാഴും ശൂന്യമായി പണ്ടേ കിടന്നതാ ഈ ഭൂമി, പണ്ട് ഇങ്ങനെ കിടന്നതാ. ഇന്നും അങ്ങനെ കിടക്കുക. 4 ഗ്രഹങ്ങളെങ്കിലും ഇന്നും അങ്ങനെ തന്നെ കിടക്കുക. ആ സാഹചര്യത്തിൽ നിന്ന് ദൈവം ഭൂമിയെ ഉദ്ധരിക്കാൻ പോവുക. ഞാൻ ഹാർവസ്റ്റിലുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അവരെ നമുക്ക് യാത്ര അയച്ച ശേഷം ചില മിനിറ്റുകളിലൂടെ തുടരാം. ഇത് യൂട്യൂബിൽ പിന്നത്തേതിൽ കാണും. ആവശ്യമുള്ളവർക്ക് മുഴുവൻ മെസ്സേജ് കേൾക്കുവാൻ സാധിക്കും. നമുക്ക് ഹാർവസ്റ്റിലുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പാഴും ശൂന്യവുമായി കിടക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ തൃക്കരങ്ങളിലേക്ക് അടുത്തു വന്ന് തൃപ്പാദത്തിൽ വന്ന് അങ്ങയുടെ വ്യവസ്ഥയ്ക്ക് സ്വയം ഏൽപ്പിക്കപ്പെടുമ്പോൾ തിരികെ പണിയുന്ന ദൈവമേ, ചിലതിനോട് മടങ്ങി വരുവാൻ കൽപ്പിക്കണമേ. റിസ്റ്റോർ എന്നൊരു കൽപ്പന അവർക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ്, കൽപ്പന കൊടുക്കണമേ, അവരെ ഒന്ന് ഉദ്ധരിച്ചെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കിട്ടുന്നതിലെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് എൻ്റെ അറിവോളം ഹാർവസ്റ്റ് ടെലിവിഷനില്ല. ആ പ്രിയപ്പെട്ടവരോട് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയട്ടെ. ഞങ്ങൾ ചില മിനിറ്റുകളിലൂടെ തുടരട്ടെ. ദൈവം ഭൂമിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്തത്, നമ്പർ 1, ഇതിൻ്റെ കോസ്മോസ് മാറ്റി. കോസ്മോസ് എന്ന പദം ഓർമ്മയുണ്ടല്ലോ, മുമ്പ് ഇതും കാണിച്ചല്ലോ, ഇതിൻ്റെ അന്തരീക്ഷ സ്ഥിതി. കോസ്മോസിൻ്റെ ഒരു അർത്ഥവ്യാപ്തി കഴിഞ്ഞ ദിവസം മൈൽസ് മൺറേ എന്ന കർത്താവിൻ്റെ ദാസൻ വിശദീകരിക്കുന്നത് കേട്ടു. അഡ്ജസ്റ്റ്മെൻ്റ് എന്നും ക്രമീകരണമെന്നും പറയുന്നത് കേവലം അന്തരീക്ഷ വായുവിൻ്റെ വ്യത്യാസം മാത്രമല്ല, അതിലെ ഗവൺമെൻറ്, ഭരണാധികാരം. ഇന്നത്തെ ഭൂമിയുടെ ഭരണാധികാരത്തിൽ ദൈവമക്കളാകുന്ന നിങ്ങളുണ്ട്. ഭൂമി അടക്കി വാഴുവാൻ പിന്നത്തേതിലാണ് ആദമിനെ സൃഷ്ടിച്ചത്. ഹി ചേഞ്ച് ദ കോസ്മോസ്. അതിൻ്റെ ഭരണക്രമം ദൈവം മാറ്റി. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 2 വരെയുള്ള വാക്യങ്ങളിൽ ഭയങ്കര ചേഞ്ചസ് ദൈവം കൊണ്ടുവരുന്നത് കാണാം. ആദം വാസ് ക്രിയേറ്റഡ് ആസ് ഗോഡ്സ് വൈസ്രോയ്, ബ്രോട്ട് ടു ഈദൻ വിത്ത് ഇൻസ്ട്രക്ഷൻസ്. ആദമിനെ ദൈവത്തിൻ്റെ വൈസ്രോയിയായി സൃഷ്ടിക്കുകയും ഏദനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തന്നെ അധികാരങ്ങൾ ഏൽപ്പിച്ചു, ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു, ഒരു വാണിംഗും തനിക്ക് കൊടുക്കുകയുണ്ടായി. ഇനിയും ദൈവം ഭൂമിയുടെ കോസ്മോസ് മാറ്റുന്ന ഒരു ചരിത്രം ഒന്ന് ചിന്തിക്കാം. ദിസ് കോസ്മോസ് ഈസ് ഫോർ ദ സ്പിരിച്വൽ ബീയിങ്, ബട്ട് ഫോർ മെൻ ആൻഡ് ആനിമൽസ് വിത്ത് എർത്ത്ലി ബോഡി. ഇന്നത്തെ കോസ്മോസ്, ഇന്നത്തെ അന്തരീക്ഷ സ്ഥിതി ആത്മാവിന് വേണ്ടിയുള്ളതല്ല, ദൂതന്മാർക്ക് വേണ്ടിയുള്ളതല്ല. ആ എയിഞ്ചാലിക്ക് കോസ്മോസിൽ നിന്ന് ഹ്യൂമൻ കോസ്മോസിലേക്ക് ദൈവം മാറ്റി. പണ്ടിവിടെ ദൂതന്മാരായിരുന്നു, മനസ്സിലായല്ലോ. ആ കോസ്മോസിൽ നിന്ന് ഇന്ന് ദൂതന്മാർക്ക് പാർക്കാൻ കൊള്ളുന്ന കോസ്മോസ് അല്ല, എനിക്കും നിങ്ങൾക്കും പാർക്കാൻ കൊള്ളാവുന്ന വേറൊരു കോസ്മോസിലേക്ക് ദൈവം ഇതിനെ മാറ്റി. ചേഞ്ച് ദ കോസ്മോസ്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ഗ്രഹങ്ങളെ ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിൾ ചെയ്ത് കേട്ടോ. ഒത്തിരി ഷഫിളിങ് ആൻഡ് റീഷഫിളിങ് എല്ലാം നടന്നു. അതുകൊണ്ട് ഇവിടെ ഒരു കൊച്ചു വീഡിയോ കൊണ്ട് കണ്ടു. ആ ചേഞ്ച് മതി. അതുകൊണ്ട് 1 സെക്കൻഡിന് താഴെ 3 സെക്കൻഡ് 4 സെക്കൻഡ് കൊണ്ട് നമ്മൾ ആ ഒരു ചേഞ്ച് കണ്ടു. ഈ അന്തരീക്ഷത്തിൽ ആകപ്പാടെ ഗ്രഹങ്ങളെയെല്ലാം കൂടെ ദൈവം ഒന്ന് ഇളക്കി മറിച്ചു.
കോസ്മോസ് ഒന്ന് മാറ്റി ഒരു പുത്തൻ കോസ്മോസിൽ കൊണ്ടുവന്നു. ആ കോസ്മോസിൽ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഭൂമി ആ വലത്തുവശത്ത് കാണുന്നത് കണ്ടാൽ മതി. പക്ഷെ ഞാൻ ഇടത്തുവശത്തെ ആ ഗ്ലോബ് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ചരിവൊന്ന് എടുത്ത് കാണിക്കാനാണ്. മോനെ, എൻ്റെ മനുഷ്യരെ, ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യരെ ഇവിടെ നിലനിർത്തണമെങ്കിൽ ഈ ഇരിക്കുന്ന ഗ്ലോബ് എത്ര ഡിഗ്രി ചരിച്ചു വെച്ചാൽ ഒക്കുമെന്ന് വരെ ദൈവം തീരുമാനിച്ചു. അത് നേരെ തൻ്റെ ഈ പുൾപിറ്റ് ഡിസൈൻ ചെയ്തപ്പോൾ ബൈബിളും എൻ്റെ പ്രസൻറ്ററും ഒക്കെ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇത് അങ്ങോട്ട് ചരിഞ്ഞാൽ ഇതങ്ങ് താഴെ പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഡിസൈനർ ഇങ്ങോട്ട് ചരിച്ചു വെച്ചു. എന്നിട്ട് ഇതിലേ പോകാതിരിക്കാൻ ഇവിടെ ഒരു ചെറിയ തട വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സാധനം എല്ലാം അങ്ങ് താഴെ പോകാനേ പോകാതെ ഒരു തട വെച്ചു. എന്തെവിടെ വെച്ച് ഡിസൈൻ ചെയ്താൽ ഇത് ഫങ്ഷൻ ചെയ്യുമെന്ന് അറിയാവുന്ന ദൈവം ഭൂമിയുടെ ചരിവ് വരെ തീരുമാനിച്ചു. നിങ്ങൾക്ക് എന്നെ തരണമെന്ന് അറിയാവുന്ന ദൈവം മുന്നമേ കണ്ടുവച്ചാണ് ഉണ്ടാക്കിയത്. ആദമിനെ ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കുന്നതിനെക്കുറിച്ച് ക്രിസ്തീയ സുവിശേഷകന്മാർ പറയുന്ന ഒരു പദമുണ്ട്. മലയാളികളായവർ പറഞ്ഞതാന്നേ, കരിയാപ്പലയും കാന്തകാരിയും വരെ ഉണ്ടാക്കി വെച്ചാൽ മനുഷ്യനെ കൊണ്ട് വെച്ചാൽ ഇങ്ങോട്ട്. അത് പറയുന്ന നന്നായി മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ ഞാൻ പറഞ്ഞേ. അമ്മച്ചിമാരുടെ ടേസ്റ്റ് വരെ നന്നായി അറിയാവുന്ന ദൈവം പറഞ്ഞു കരിയാപ്പലയും കാന്തകാരിയും വരെ ഉണ്ടാക്കിയ ശേഷം മനുഷ്യനെ ഉണ്ടാക്കാൻ. കാര്യം അവനിവിടെ വന്നു കഴിയുമ്പോൾ ഡിസൈൻ ഡിഫക്റ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഡിസൈൻ പ്രോബ്ലം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവൻ ചൊവ്വേ ജീവിക്കണം. അതിനു വേണ്ടി സകലതും ക്രമീകരിച്ചു, ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കി. ദൈവത്തിൻ്റെ കോളനിയായി ഭൂമിയെ മാറ്റേണ്ടതിന്, അതിനായിരുന്നു പണ്ട് ലൂസിഫറിൻ്റെ കൊടുത്തത്. ദൈവത്തിൻ്റെ കോളനിയായി വീണ്ടും ഇതിനെ കൊണ്ടുവരേണ്ടതിന്, ആദം ഹവ്വമാരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് ദൈവം ഭൂമിയെ മാറ്റി. പർപ്പസ്, മനുഷ്യരെ ഉണ്ടാക്കുന്നതിൻ്റെ പർപ്പസ്, ഡൊമിനിയൻ ആൻഡ് മേക്ക് എ കോളനി ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടി ഒരു കോളനി ഉണ്ടാക്കണം, അടക്കി വാഴണം, ദൈവത്തിൻ്റെ വൈസ്രോയായി ഇരിക്കണം, റീഎസ്റ്റാബ്ലിഷ്ഡ് ഹെവൻലി കൾച്ചർ, ദൈവിക കൾച്ചർ മടക്കിക്കൊണ്ടുവരണം. ഈ പദം ഞാൻ എപ്പോഴും ഉപയോഗിക്കും. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ അറിവുകേടിൽ അബദ്ധം പറഞ്ഞിട്ടുണ്ട്. കൾച്ചർ പ്രസംഗിക്കാനല്ല ഞാൻ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിവുകേടിൽ അബദ്ധം പറഞ്ഞതാണ്. ഇന്ന് മനസ്സിലായി മരമണ്ടത്തമാണ് ഞാൻ പറഞ്ഞതെന്ന്. ദൈവിക കൾച്ചർ പറയാനാണ് ഞാൻ നിൽക്കുന്നത്, അല്ല പിന്നെ എന്നാ പറയാനാ വേറെ? ദൈവിക കൾച്ചർ പറയാനാണ് ഞാൻ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കൾച്ചറിലേക്ക് സംഗതികൾ കൊണ്ടുവരിക. എങ്ങനെയത് നടക്കും? ദ സ്റ്റൈൽ റീപ്ലനീഷ് ത്രൂ ഫാമിലി ലൈഫ്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി നിങ്ങൾ പെരുകി വരയണം. ഡിസിഷൻ, ഈ തീരുമാനമെടുത്തത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ചേർന്ന് വരുവീൻ, നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ത്രിയേക ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ആത്മാവിനെ സ്വർഗത്തിൽ സൃഷ്ടിച്ചു. ശരീരം ഈ കോസ്മോസിൽ നിന്ന്, ഈ മണ്ണിൽ നിന്ന് എടുത്തു. സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവിനെ ഈ ശരീരത്തിലേക്ക് കയറ്റി. ദൈവം സൃഷ്ടി ഒറ്റ പ്രാവശ്യമേ ചെയ്തിട്ടുള്ളതെന്നറിയാമോ? ഒറ്റ പ്രാവശ്യമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ആണും പെണ്ണുമായി ആദാമിനെ സൃഷ്ടിച്ച ഒരു ശരീരം. ഔവ്വായെ ഉണ്ടാക്കാൻ പോലും അല്പം മണ്ണ് പിന്നെടുത്തിട്ടില്ല. നമ്മളെ ആരെയും പിന്നെ മണ്ണെടുത്തുണ്ടാക്കിയതല്ലല്ലോ, ഒന്നുമല്ല. ആ ഒറ്റ സൃഷ്ടിയെ ദൈവം ചെയ്തിട്ടുള്ളൂ. അതിനകത്തുനിന്ന് മൾട്ടിപ്ലൈ, നീ പെരുകിക്കോ. ആദാമിനും ഹൗവയ്ക്കും ചേർന്ന് ഒറ്റ ശരീരം. ആ ശരീരത്തിൽ നിന്ന് വാരിയല് പുറത്തെടുത്ത് മാംസം വെച്ചു പിടിപ്പിച്ചു. പിന്നെ മണ്ണെടുത്തിട്ടില്ല. സൃഷ്ടി ഒരിക്കലേ ഉള്ളൂ. ദൈവം നിങ്ങളെ ഒരു പ്രാവശ്യം വീണ്ടും ജനിപ്പിച്ചതെങ്കിൽ ദൈവസന്നിധിയിൽ നില്ല്. ലെറ്റ് ഹിം റിസ്റ്റോർ യു. നമ്മളെ തിരിച്ചു കൊണ്ടുവരട്ടെ. കർത്താവ് നമ്മളെ നടത്തട്ടെ. ആണും പെണ്ണുമായി ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ആദമിനെയും ഹൗവയെയും ദൈവം സൃഷ്ടിക്കുകയും അവരെ തേജസ് ഉടിപ്പിക്കുകയും സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ തോട്ടത്തിലേക്ക് സർവ്വ അധികാരത്തോടുകൂടെയാക്കി. മനുഷ്യവർഗം പിന്നത്തേതിൽ വളരുന്നതും ദൈവത്തിൻ്റെ കോളനിയിൽ അവർ പെരുകുന്നതും ഒക്കെ നമുക്ക് കാണാം. തൻ്റെ ദൈവം ആദം ഹൗവമാരെ സൃഷ്ടിച്ചാക്കി. പക്ഷേ പഴയ പാമ്പ്, പണ്ടൊരുത്തൻ്റെ ക്ലെയിം കിടപ്പുണ്ടല്ലോ, ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ വെക്കും. ആ പഴയ പാമ്പ് തലപൊക്കി. അവൻ പറഞ്ഞു, ഇന്ന് ഇതിൻ്റെ ആധികാരിയായി ആദം ഹൗവമാരെ ആക്കി, മനുഷ്യനെ ആക്കി. അവരെ കീഴ്പ്പെടുത്തിയാൽ ബലപ്രയോഗം കൊണ്ടൊക്കത്തില്ല. അവരെ വശീകരിച്ച് കീഴ്പ്പെടുത്തിയാൽ, അവരെ കളിപ്പിച്ച് കീഴ്പ്പെടുത്തിയാൽ, അവരെ ചതിച്ച് കീഴ്പ്പെടുത്തിയാൽ എനിക്കിതിൻ്റെ ഭരണമാകും. അതിനുവേണ്ടി ആദം ഹൗവമാരെ തൻ്റെ മുകളിലത്തെ ചിത്രം കാണാം. തൻ്റെ സർപ്പത്തിൻ്റെ വേഷത്തിൽ വന്ന്, സർപ്പത്തിലൂടെ വന്ന്
തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം തീറ്റിക്കുകയും മനുഷ്യൻ സ്വയം പിശാചിന് അടിമയായി ഏൽപ്പിക്കുകയും ചെയ്തു. Man sinned in Eden, serpent wiggled and through his ability, തൻ്റെ ഉപായത്താൽ ചതിച്ച് കീഴടക്കി അവരെ അടിമകളാക്കി. മനുഷ്യന് പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ബഥേലിൽ എടുക്കുന്നത്. 3-ാം പ്രാവശ്യം മനുഷ്യന് പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. സാത്താൻ പറയുന്നത് കേൾക്കാനും കേൾക്കാതിരിക്കാനും അനുവാദം ഉണ്ടായിരുന്നു. വിലക്കപ്പെട്ട കനി തിന്നാനും അനുവാദമുണ്ടായിരുന്നു. മനുഷ്യൻ മനഃപൂർവ്വം സാത്താനെ അനുസരിക്കുന്നത് തിരഞ്ഞെടുത്തു. മനുഷ്യന് ദൈവം പൂർണ്ണ അധികാരം കൊടുത്തു. ദൈവത്തിന് നന്നായി അറിയാം, മനുഷ്യൻ ഈ പഴം പറിച്ച് തിന്നാൽ ഇവൻ നശിച്ചു, മാനവവർഗത്തെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ മുഴുവനും തെറ്റി. അങ്ങനെയാണെങ്കിൽ ഔവ പഴം പറിക്കാതെ വണ്ണം ഒരു തട്ട് കൊടുക്കാൻ ദൈവത്തിനൊക്കത്തില്ലായിരുന്നു. ഒറ്റ വാക്കുകൊണ്ട് പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിന് ഔവയെ തട്ടിമാറ്റിക്കൂടായിരുന്നോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അന്ന് അമ്മച്ചി കൊച്ചു പെണ്ണ സൗന്ദര്യമുള്ളവളെന്നാണ് പൊതുവെ വിളിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ സ്ലിം ഗേൾ. 10-20 വയസ്സ് പ്രായം വരുന്ന, അല്ലെ 15-25 വയസ്സിന് താഴെ, 10-20 വയസ്സെന്നിരിക്കട്ടെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രായം തോന്നിക്കുന്ന യൗവനക്കാരിയായ ഒരു കൊച്ചു പെണ്ണ്, സ്കെലിറ്റൻ. ഈ പെണ്ണിനെ പിടിച്ചു നിർത്താൻ ദൈവത്തിനൊക്കത്തില്ലായിരുന്നു. അപ്പച്ചനോ അങ്ങേരും അത്രേ ഉള്ളൂ. 10-20 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു ചെറുക്കനെ പോലെ ഇരിക്കും സ്കെലിറ്റൻ. അയാളോട് തിന്നരുതടാന്ന് പിടിച്ചു നിർത്താൻ ഒക്കത്തില്ലായിരുന്നു. ഒക്കുമായിരുന്നു. പക്ഷേ എന്തേ ദൈവം അനുവദിച്ചത്? സ്വാതന്ത്ര്യം. ഞാൻ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരിക, പക്ഷേ വിതയ്ക്കുന്നത് കൊയ്തിരിക്കും. എനിക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്, മറക്കരുത്. വിതയ്ക്കുന്നത് കൊയ്തിരിക്കും. നല്ലത് കൊയ്യുവാൻ, നല്ലത് വിതയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ആദം തന്നെത്താൻ അടിമയായി വിറ്റു. ഹി സോൾഡ് ഹിംസെൽഫ് അണ്ടു ഡാർക്ക്നെസ്. ആ വ്യാജപ്രഭുവിന്, ലൂസിഫറിന് തന്നെത്താൻ വിറ്റ് കളഞ്ഞു. നമ്മൾ ഇന്ന് അടിമകളാണോ? അതെന്നേ യോഹന്നാന്റെ സുവിശേഷം 8:34 ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. സഭയ്ക്കകത്ത് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായി. ഇല്ല മോനെ, അനുസരണത്തിൻ്റെ ദാസനാണ് ഞാൻ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അനുസരണത്തിൻ്റെ ദാസനാ. ഒന്നുകിൽ പാപത്തിൻ്റെ ദാസൻ, ഇല്ലെങ്കിൽ അനുസരണത്തിൻ്റെ ദാസൻ. 2 പത്രോസ് 2:19 തങ്ങൾ തന്നെ നാശത്തിന് അടിമകളായിരിക്കെ, അടിമകളാ മറ്റുള്ളവർക്ക് അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. ഈ സാഹചര്യത്തിൽ അടിമയായി വിൽക്കപ്പെട്ട ഇടത്ത് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആദംഹവ്വമാരെ രക്ഷിക്കേണ്ടതിനു വേണ്ടി യഹോവയായ ദൈവം വരികയും ലോകസ്ഥാപനത്തെങ്കിൽ കുരലിറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ഓർമ്മയ്ക്കായി ഏദനിൽ ഒരു യാഗം നടത്തുകയും ആത്മയുദ്ധം ആരംഭിക്കുകയും ചെയ്തു. യുദ്ധത്തിൻ്റെ 1-ാമത്തെ വെല്ലുവിളി, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ വെക്കും. അതിനുവേണ്ടി ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട മനുഷ്യനെ ഞാൻ അടിമകളാക്കും. ദൈവത്തിന് പറവാനുള്ളത് ഇല്ല. അതിന് പകരം ഞാൻ ലോകസ്ഥാപനത്തിന് മുന്നമേ ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ വിശ്വസിക്കേണ്ടതിന് ആദംഹവ്വമാർക്ക് വേണ്ടി ദൈവം ഒരു യാഗം നടത്തി. അവൻ്റെ ക്ലെയിം മറക്കരുത്, ഞാൻ സ്വർഗത്തിൽ കയറും, അത്യുന്നതനോട് സമനാകും, എൻ്റെ സിംഹാസനം ഉയർത്തി വെക്കും. കർത്താവ് പറഞ്ഞു, ഈ യാഗത്തിൽ അവർ രക്ഷ പ്രാപിക്കും. ഹാബേൽ, 2-ാം തലമുറയിലെ ഹാബേൽ ദൈവത്തിനൊരു യാഗം കഴിച്ചു. ആത്മയുദ്ധത്തിൽ അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സൈഡിലാ. ആബേലേ, അങ്ങ് കഴിച്ച ഈ ഒരാടിൻ്റെ യാഗം കൊണ്ട് നിന്റെ വീണ്ടെടുപ്പും മനുഷ്യൻ്റെ വീണ്ടെടുപ്പും നടക്കത്തില്ല. പിന്നെ ആകെ ഒക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ ഭാഗത്താന്ന് പറയാനേ ഒക്കുകയുള്ളൂ, വേറെ ഒന്നുമില്ല. ഞാനും ഇന്ന് അതാ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ഭാഗത്താ. കായൻ പറഞ്ഞു, ഞാൻ മറ്റേ സൈഡിലാ. ഹാബേൽ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സൈഡിലാ. എബ്രായ ലേഖനം 11:4 വിശ്വാസത്താൽ ഹാബേൽ കായൻ്റേതിനേക്കാൾ ഉത്തമമായൊരു യാഗം കഴിച്ചു. അവനെ പിശാച് കൊന്നുകളഞ്ഞു. ആ ആത്മയുദ്ധത്തിൽ അവൻ കൊല്ലപ്പെട്ടു. അവൻ മരിച്ച ശേഷം ശേത്തിന്റെ കാലത്ത് വീണ്ടും യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഉൽപ്പത്തി 4:26 ശേത്ത് പറഞ്ഞു, ഞാൻ ദൈവത്തോടുകൂടെ നിൽക്കും, ദൈവത്തിൻ്റെ ഭാഗം തിരിഞ്ഞു. ഹാനോക്ക് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ കൾച്ചറിൽ ജീവിക്കും. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ട് മാത്രമേ ഒരുമിച്ച് നടക്കത്തുള്ളൂ. ഹാനോക്ക് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ കൾച്ചറിൽ നടക്കുകയാണ്, ലോകത്തിൻ്റെ കൾച്ചറിൽ നിന്ന് ഞാൻ മാറും. കുടുംബജീവിതം ദൈവത്തിൻ്റെ കൾച്ചറാ, പക്ഷെ ഞാൻ ദൈവത്തോട് കൂടെ നടക്കും. 300 വർഷം
വർഷം ദൈവത്തോടുകൂടെ നടന്ന് ദൈവിക കൾച്ചർ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ഹാനോക്കിന് കഴിഞ്ഞു. തലമുറകൾ കഴിഞ്ഞു, ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. തുടർന്ന് ഡെഡ് സീ സ്ക്രോളിൽ നിന്ന് റീസെറ്റ് എന്നൊരു പദം ഞാൻ ചേർത്തു. റീസെറ്റ്. ഇന്ന് അതിൻ്റെ ഒരു വിശദീകരണവും പറയാൻ ഒക്കത്തില്ല. ഇന്ന് ഭൂമിയിൽ ഒരു പ്രിൻസിപ്പിൾ നടക്കുന്നുണ്ട്. എതിർ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഇന്ന് നടക്കുന്ന പ്രിൻസിപ്പിളിനെ പൊതുവെ വിളിക്കുന്നതാണ് ദ ഗ്രേറ്റ് റീസെറ്റ്. എതിർ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഇന്ന് ഭൂമിയിൽ നടക്കുന്ന ഒരു പ്രത്യേക പോളിസിയെ വിളിക്കുന്ന പദമാണ് ദ ഗ്രേറ്റ് റീസെറ്റ്. ആദ്യമേ ഒരു റീസെറ്റ് ഉണ്ടായി, മാനവചരിത്രത്തിലെ റീസെറ്റ്. ലൂസിഫറിൻ്റെ പ്രമാണത്തിലേക്ക് കാര്യങ്ങൾ മാറുക. അത് ചാവുകട ലിഖിതങ്ങൾ വിശദീകരിക്കുന്നു. ഞാനിവിടെ വിശദമായി എടുത്തിട്ടുണ്ട്, ഇന്നങ്ങോട്ട് പോകുന്നില്ല. ചാവുകട ലിഖിതങ്ങൾ എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നിത്യാദികൾ പറയുകയാണ്. ഇതിനകത്ത് ആദം ഹവ്വമാരുടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ 981 പുസ്തകങ്ങളുണ്ട് ചാവുകട ലിഖിതത്തിന്. 981 പുസ്തകങ്ങളുണ്ട് ചാവുകട ലിഖിതത്തിൽ. അതിനകത്തുനിന്ന് ആദം ഹവ്വമാരുടെ 1-ാം പുസ്തകമെന്നും 2-ാം പുസ്തകമെന്ന് പറയുന്ന 2 പുസ്തകങ്ങളുണ്ട്. വെബ്സൈറ്റിൽ തപ്പുന്നവർക്ക് അവിടുന്ന് ഇപ്പോഴും കിട്ടും, വെബ്സൈറ്റിലുണ്ട്. അതിനകത്ത് മനുഷ്യൻ്റെ സംസ്കാരം മാറ്റി സ്റ്റാർട്ടഡ് എ റീസെറ്റ്. ഒരു റീസെറ്റ് സ്റ്റാർട്ട് ചെയ്തു. ദൈവിക സംസ്കാരത്തിൽ നിന്നും ലൂസിഫറിൻ്റെ സംസ്കാരത്തിലേക്ക് 410 കോടി വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ കണ്ട ആ സംസ്കാരത്തിലേക്ക് ഒന്ന് റീസെറ്റ് ചെയ്യാൻ തുടങ്ങി. തുടർന്ന് ഫോളൻ ഏഞ്ചൽസ് 2 ഗ്രൂപ്പായി വരുന്നതും 2 പ്രാവശ്യമായി ജനത്തെ അറ്റാക്ക് ചെയ്യുന്നതും കാണാം. രണ്ട് പ്രാവശ്യം കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നോഹയുടെ കാലമായപ്പോഴത്തേക്ക് ആകെ നശിച്ചു. നോഹയുടെ കാലത്തെ യഹോവയായ ദൈവം ഇറങ്ങി വരികയും ലൂസിഫറിൻ്റെ ചിന്താഗതികളെ എടുത്തു മാറ്റി നോഹയ്ക്ക് ഭരണം കൊടുക്കുകയും ആദമിന് കൊടുത്തിരുന്ന അധികാരങ്ങൾ നോഹയ്ക്ക് കൈമാറുകയും ഒരു യാഗം നടത്തി പറഞ്ഞു, ലോകസ്ഥാപനത്തിങ്കൽ കൊരിലിറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പക്ഷം നീയും ചേർന്നു. നോഹയും അങ്ങോട്ട് മാറി നിന്നേച്ചു പറഞ്ഞു, ഞാനും എൻ്റെ കൂടെയുള്ള 7 പേരും ഞങ്ങൾ 8 പേർ പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്താ. ഇത് തന്നെയാണ് പിന്നൊരിക്കൽ യോശുവ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ദൈവത്തിനുള്ളവരാണ്. നിങ്ങൾ ആരെ സേവിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? നദിക്ക് അക്കരെ സേവിച്ചവരെയോ വിട്ടുപോകുന്ന മിസ്രയീമിൽ സേവിച്ചവരെയോ ഒന്നുമല്ല, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ജനം ഒരുമിച്ച് വെച്ച് പറഞ്ഞു, ഞങ്ങളും അങ്ങനെ തന്നെ ആ യുദ്ധത്തിൽ പങ്കാളികളാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങളുടെ മേൽ നിയമരക്തം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കണക്ട് ചെയ്തു. ഒരു വശത്ത് ലൂസിഫറിൻ്റെ ചിന്താഗതികൾ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിനു വേണ്ടി, മറുവശത്ത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യേണ്ടതിന്. ലൂസിഫറിനെ ഇന്ന് തടയുന്നത് സഭയാണെന്നറിയാമോ? ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ സഭ ഇവിടുന്ന് മാറ്റപ്പെടും. ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ ഈ പ്രഭു എഴുന്നേറ്റ് വരും, അധർമ്മത്തിൻ്റെ മൂർത്തി വെളിപ്പെട്ടു വരും. സഭയാണ് ഇവനെ തടയുന്നത്. ആ സഭയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണങ്ങൾ ദൈവത്തോടു കൂടെ നില്ല്. ഞാൻ ടക്കെന്ന് നിർത്തട്ടെ. അടുത്തത് എനിക്ക് ആ ഒരു ഭാഗം കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സായി. അടുത്തത് നിമ്രോദിൻ്റെ കാലമായി. ലോകചരിത്രത്തിൽ ആദ്യമായി അറിയപ്പെടുന്ന 1-ാമത്തെ ചക്രവർത്തിയായി നിമ്രോദ് വന്നു. അവന് പറയാനുള്ളത് മുഴുഭൂമിയും അടക്കണം, ഒന്നിച്ചു ഭരിക്കണം. സ്വർഗത്തിൽ കയറും, ഈ അന്തരീക്ഷം മുഴുവൻ എടുക്കും. പക്ഷേ നിമ്രോദിന് പറയാനുള്ളത്, ആകാശം പിടിക്കാൻ തൽക്കാലം എനിക്കൊക്കത്തില്ല, പക്ഷെ ഭൂമി മുഴുവൻ ഞാൻ കീഴടക്കും, ഒരുമിച്ച് ഭരിക്കും. അവൻ്റെ ക്ലെയിം നിൽക്കയാ, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ വെക്കും. ആ വൺ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ അധികാരം. ഈ ഒരു പടം ഞാൻ ഇട്ടത് 2016 ഇട്ടതാണ്. ഇന്ന് ഏറ്റവും പ്രസിദ്ധമായ ഗെയിമിംഗ് കമ്പ്യൂട്ടർ, ഇന്ന് സംസ്കാരം മിക്കവാറും കമ്പ്യൂട്ടറിൽ കൂടെയും പിക്ചറിൽ കൂടെയുമായി. സിനിമ, പിക്ചർ, കമ്പ്യൂട്ടർ ഇവയിൽ കൂടെയാണ് ഇന്ന് സംസ്കാരം കൺട്രോൾ ചെയ്യുന്ന മീഡിയ. ഇന്ന് ഭൂമിയിൽ അറിയപ്പെട്ട 1-ാമത്തെ ഗെയിമിംഗ് കമ്പ്യൂട്ടറിൻ്റെ പേര് നിമ്രോദ് എന്നാണ്. മനുഷ്യവർഗത്തെ പിടിച്ചൊതുക്കും, പിള്ളേരെ പിടിച്ച് ഞാൻ എൻ്റെ കീശയിലിടും. ഭൂമിയിലെ ഏറ്റവും വലിയ 1-ാമത്തെ ഗെയിമിംഗ് കമ്പ്യൂട്ടറിൻ്റെ പേര് തന്നെ നിമ്രോദ് എന്ന. ലൂഷ്യസ് വരെ നമ്മളെത്തി. ആ പദങ്ങളിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നില്ല. ഈ സമയത്താണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ചു വെച്ച് പറഞ്ഞു, മോൻ എൻ്റെ പുറകെ വാ, ഞാൻ നിനക്ക്, ഗോഡ് പ്രോമിസ്ഡ് എ വെരി 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 മോഷൻ ഓഫ് ലാൻഡ് ഫോർ അബ്രഹാം.
ഭൂമി വലുതാ. ഈ ഭൂമിക്കകത്തുനിന്ന് തീരെ ചെറിയ ഒരു ശകലം അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞു. അബ്രഹാമിനോട് പറഞ്ഞു, ഇത് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കണം, അല്ല ഒന്നും നിൻ്റെ കൈ വരത്തില്ല. കാര്യം എതിർവശത്തൊരു ശക്തി നിൽക്കുക, അടക്കി ഭരിക്കാൻ നിൽക്കുന്നൊരു ശക്തി. നീ യുദ്ധം ചെയ്തത് പിടിച്ചേ പറ്റത്തുള്ളൂ. എന്നിട്ട് ഭൂമിയുടെ മിക്ക ഭാഗങ്ങളും ദൈവം ജാതികൾക്ക് വിട്ടുകൊടുത്തു. കൊണ്ട് പരിക്ക് ഈ ചെറിയ ഭാഗം കൊണ്ട് ഞാൻ നോക്കാം തിരിച്ചു പിടിക്കാൻ. ചെറിയ ഭാഗം കാണിക്കാൻ വേണ്ടി അതുകൊണ്ട് ഈ ചിത്രം ഇട്ടിരിക്കുന്നത്. ആ ഇടത്തുവശത്തും വലത്തുവശത്തും കാണുന്ന 2 ചിത്രങ്ങൾക്കകത്തും ഞാൻ ചുമന്ന മഷിയിൽ ഒരു ഇച്ചിരി സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇസ്രയേലാണ് ഇച്ചിരിയും സ്ഥലം. ഈ ഭൂമിക്ക് ആകെപ്പാടെ കൂടെ എത്ര സ്ക്വയർ കിലോമീറ്റർ ഉണ്ടെന്നും മറ്റുമൊക്കെ കാണിച്ചു. അതിനകത്തുനിന്ന് ഒരു 6220 സ്ക്വയർ കിലോമീറ്ററാണ് അബ്രഹാമിന് പ്രോമിസ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ മുഴുവൻ ഭൂമിയുടെ 1,00,000-ൽ 1 ഭാഗത്തിൽ താഴെയുള്ളൂ. മുഴുവൻ ഭൂമിയുടെ 1,00,000-ൽ 1 താഴെ ഭാഗം അബ്രഹാമിനോട് പറഞ്ഞ് നിൻ്റെയിലോട്ട് തരാം. അത്രയും മതിമോനെ, ഇതിനകത്തുനിന്ന് ഞാനൊരു ജാതിയെ ഒരുക്കും, ഇതിനകത്തുനിന്ന് ഞാൻ എൻ്റെ പുത്രനെ കൊണ്ടുവരും, ഇതിനകത്തുനിന്ന് ഞാൻ എൻ്റെ സഭയെ രൂപീകരിക്കും, എല്ലാം കൂടി എനിക്ക് ഇത്രയും മതി, ഇത് ചൊവ്വെ ഉപയോഗിക്കും. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ കൊണ്ടുവന്നു, ദൈവത്തിനൊരു യാഗം കഴിച്ചു. പറഞ്ഞ ആത്മയുദ്ധത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ഭാഗമാണ്. ഓരോ യാഗവും കാണിക്കുന്ന ഇതാ, ഞാൻ ദൈവത്തിൻ്റെ ഭാഗത്താണ്. അബ്രഹാം യാഗങ്ങളുമായി ആരംഭിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെ പ്രസ്താവിക്കുന്ന ആ യാഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഉൽപ്പത്തി 22:9 അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കുന്നത്. തുടർന്ന് മോശയുടെ കയ്യിൽ ദൈവം കൽപ്പലകകൾ ഏൽപ്പിച്ചു. തീർന്നില്ല കേട്ടോ. ദിസ് ഈസ് ഹൗ യു ഷുഡ് ലിവ് ഇൻ മൈ കൾച്ചർ. ഞാൻ ഉടുക്കേണ്ടത് എന്താന്ന് പറയാം, തിന്നേണ്ടത് എന്താന്ന് പറയാം, പറയേണ്ടത് എന്താന്ന് പറയാം, ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. എൻ്റെ കൾച്ചർ അനുസരിച്ച് പോ. ഇതാ 10 കൽപ്പനകൾ അങ്ങോട്ട് പിടിക്കുക. മോനെ തീർന്നില്ലടാ. ഒരു 12 കൽപ്പനകൾ പ്രധാനമായും കൊടുത്തത് ഇന്ന് വിശദീകരിക്കുന്നില്ല, ഞാൻ അവിടുന്ന് മാറുക. ഈ കൽപ്പനകൾ ആവർത്തിച്ച് ഓർപ്പിച്ച് പഠിപ്പിക്കേണ്ടതിന് ദൈവം പുരോഹിതന്മാരെയാക്കി. 12 കൽപ്പനകൾ അങ്ങോട്ട് കൊടുത്തേച്ച് ദൈവം കൈയൊഴിഞ്ഞു പോയില്ല. ഇത് ആവർത്തിച്ച് പഠിപ്പിക്കേണ്ടതിന് ദൈവം പുരോഹിതന്മാരെയാക്കി. മറന്നു പോകുന്നിടത്ത് അന്നൊന്ന് ഓർമ്മിപ്പിക്കേണ്ടതിന് വേണ്ടി പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു, രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു, ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ആ ചെറിയ 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 ഭാഗത്ത്, ആ 1,00,000-ൽ 1 താഴെയുള്ള ഭാഗത്ത് ചൊവ്വയെ കൊണ്ടുപോകുവാൻ വരുന്ന ആഴ്ചയിൽ അതിൻ്റെ ഭൂരിഭാഗം ജാതികളെ ഏൽപ്പിച്ചു. ആ ഭരണമായിരിക്കും വരുന്ന ആഴ്ച നമ്മൾ വിശദീകരിക്കുന്നത്. ഇന്ന് ഞാൻ എടുക്കുന്നത് ആ കൊച്ചു 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 ഭാഗത്ത് നിൽക്കേണ്ടതിന് ദൈവം ആളുകളെയാക്കി. പഠിപ്പിക്കുന്നവർ, പറഞ്ഞു കൊടുക്കുന്നവർ, ഓർപ്പിക്കുന്നവർ, മാതൃക കാണിക്കുന്നവർ, ഇവരെ മുഴുവനും സാത്താൻ എതിർത്തു. അവരെ മുഴുവനും കൊന്നുകളഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ തടയേണ്ടതിന് വേണ്ടി ആവുന്നതെല്ലാം പിശാച് ചെയ്തെങ്കിലും തക്ക സമയമായപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് നൽകി. യേശു ജനിച്ചിരിക്കുന്നു. യേശു സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ തൻ്റെ മേൽ പകർന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന അധികാരം പിതാവ് നൽകി. പ്രപഞ്ചത്തെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് സൃഷ്ടിച്ചെങ്കിൽ വീണ്ടും യോർദാന്റെ കടവിൽ 3 പേരും കൂടെ ഒരുമിച്ച് ചേർന്നു. മുകളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറഞ്ഞു, നിൽക്കുന്ന എൻ്റെ പുത്രൻ. ആത്മാവ് ഇറങ്ങി വന്നു തൻ്റെ മേൽ പതിഞ്ഞു. തൻ്റെ സൃഷ്ടിയുടെ പുനരുത്ഥാനത്തിന് വേണ്ടി മാതൃകയാകുവാൻ ക്രിസ്തുവിനെ പറഞ്ഞയച്ചു. താൻ കാൽവറിയിൽ കുരലിറക്കപ്പെട്ട കുഞ്ഞാടായി കാൽവറിയിൽ വീണ്ടും അവരോധിക്കപ്പെട്ടു. യേശു ക്രൂശിക്കപ്പെട്ടു. മശയായ അവർ കൊന്നുകളഞ്ഞു. സാത്താൻ വിചാരിച്ചു ജയിച്ചെന്ന്. ഇല്ല. ഓൺ ദ ക്രോസ് ഹി ഡിഫീറ്റഡ് ദ ഡെവിൾ. 1 ജനിച്ചു, 2 സ്നാനമേറ്റു, 3 കാൽവറിയിൽ സാത്താനെ ജയിച്ചു, 4 തൻ്റെ ആത്മാവിനെ എൻ്റെയും നിങ്ങളുടെയും മേൽ പകർന്നു. യേശുവിനവിടെ പറയാനുണ്ട്, ശിഷ്യന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോണം, അങ്ങയുടെ രാജ്യം വരണമേ. ആ രാജ്യം കൊണ്ടുവരാനാണ് നിങ്ങളെ ഇവിടെ ആക്കിയത്. എൻ്റെ സാമ്രാജ്യം എനിക്ക് സ്ഥാപിക്കണം. അത് ഞാൻ ലൂസിഫറിന് കൊടുക്കത്തില്ല. എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും, അവനെ ഞാൻ തുടച്ചു മാറ്റും. അതിന് നിങ്ങളെയാണ് എനിക്ക് വേണ്ടത്. യേശുവിൻ്റെ കാൽവരി ഇതെല്ലാം പ്രസ്താവിച്ചു. യു ഫോർ ഫാദർ ഈസ്, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദിച്ചു. എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ നിങ്ങളെയും ഏൽപ്പിക്കുകയാണ്.
ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരായി നിൽക്കുവാൻ ദൈവരാജ്യം നിങ്ങളുടെ കയ്യിലോട്ട് ഏൽപ്പിക്കാൻ പോകുകയാ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവരോട് പറഞ്ഞ്, നിങ്ങൾ യെരൂശലേമിൽ കാത്തിരുന്ന ആത്മാവിനെ പ്രാപിക്കണം. അത് പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കമുണ്ടായി. ജനത്തിൻ്റെ മേൽ ആത്മാവ് പിന്നത്തേതിൽ ഇറങ്ങി വന്നു. ആ ജനം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിനെ ഒന്ന് തൊട്ടേച്ച് പുതിയ നിയമസഭ തുടങ്ങുക. എവേ ഫ്രം ദ ടെമ്പിൾ, പഴയ നിയമത്തിൻ്റെ ദേവാലയത്തിൽ നിന്ന് അകലെയോട്ട് മാറി, മെറ്റ് ഇൻ എ പ്രൈവറ്റ് ഹൗസ്, വലിയ ദേവാലയത്തിലല്ല, ഒരു പ്രൈവറ്റ് ഹൗസിലേക്ക് ഒരുമിച്ച് കൂടി. സ്റ്റൈൽ ഓഫ് വർഷിപ്പ് ഈസ് ചേഞ്ച്ഡ്. ആ പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് അവരാരാധിച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഇരുന്നവരുടെ മേൽ ആത്മാവ് പകർന്നു. ആരാധനയുടെ പാറ്റേൺ മാറി. ദ വെന്യൂ ഈസ് ചേഞ്ച്ഡ്. അതിൻ്റെ സ്ഥലം മാറി. എംഫസൈസ്ഡ് ഓൺ ദ ഹൗസ് മീറ്റിംഗ്. പുതിയ നിയമം വീടുകളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ ഇറങ്ങി പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുന്നു. പഴയ നിയമ സമ്പ്രദായം മാറ്റി ദൈവിക കൾച്ചറിൽ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൈവിക കൾച്ചറിലൊന്ന് നിൽക്കാം. ഓൾ റൈറ്റ്, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. എൻ്റെ കർത്താവ് പറഞ്ഞു, അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന്. ഗലാത്യർ 3:14 യേശു ജാതികൾക്ക് വേണ്ടി യാഗമായി ഉലക സ്ഥാപനത്തിന് മുൻപുണ്ടായിരുന്നത് പൂർത്തീകരിച്ചു. ഇന്ന് പകൽക്കാലം കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുവാൻ സഭായുഗത്തിൽ നാം വന്ന് നിൽക്കയാ. നിങ്ങൾ പോകുമ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുക. ദ കൾച്ചർ ബ്രിങ് ബാക്ക് ദ ഹെവൻലി കൾച്ചർ. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഡിവൈൻ കൾച്ചർ തിരിച്ചു കൊണ്ടുവരിക. നിങ്ങളിത് ചെയ്യുന്നിടത്തോളം ഒരു ലൂസിഫറും ഭരിക്കത്തില്ല. ഇതുവരെ തടയുന്നത് സഭയാണ്, ഇതുവരെ തടയുന്നത് പരിശുദ്ധാത്മാവാണ്. നാം മാറിയാൽ തുടർന്ന് ഇവിടെ അധർമ്മം പെരുകും. ഇന്ന് ദൈവസന്നിധിയിലേക്ക് വരുവാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഞങ്ങൾ അങ്ങയുടെ മക്കളാ. ഞങ്ങളെ അങ്ങ് മുൻകണ്ട് ശാസ്ത്രം ഇന്ന് ഏറെക്കുറെ തെളിയിച്ച് ഞങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി തരുന്നു. അതേ തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾ നേരത്തെ വിശ്വസിച്ചു, ഞങ്ങളത് അറിഞ്ഞിരുന്നവരാ കർത്താവേ. ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഒന്നുകൂടെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ദിവ്യഹിതം ഞങ്ങളിൽ പൂർണ്ണമാകേണ്ടതിന് പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ ബലമുള്ള നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു ദൈവകൃപ ഇന്ന് ഇവരുടെ മേൽ വസിക്കണമേ. ഞങ്ങൾ ആരാന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നിത്യദൈവത്തിൻ്റെ സന്താനങ്ങളാ. അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ